Hello, good evening everyone. ഇത് ടോക്ക് ചാനലുണ്ട്. ഇതിനു മുന്നേ എന്റെ ഇരിക്കുന്ന ലുക്കും കാര്യങ്ങളും കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ സ്ഥിരമായിട്ട് കയറുന്ന സ്ഥലത്തു നിന്നോ കാര്യങ്ങളിലൊന്നും സെഷനിൽ കയറിയിട്ടില്ല. നമ്മൾ പെരുന്നാളിന്റെ ഭാഗം ഇമ്മന്റെ വീട്ടിൽ വന്നതായിരുന്നു. അപ്പൊ ഇവിടെ കുറച്ച് തിരക്കിലായി വീട്ടിലെത്താൻ പറ്റിയില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോ അതിനു മുന്നേ പൊതുവെ നമ്മൾ അപ്പിയർ ചെയ്യുന്ന രീതിയിലല്ല വന്നിട്ടില്ല. സോറി. അപ്പോ നമ്മളെ 88ാമത്തെ ആഴ്ചയിൽ നമുക്കൊരു പുതിയ ഗസ്റ്റ് ഒക്കെ ഉണ്ട് സെഷൻ എടുക്കാൻ. ഓൾറെഡി പോസ്റ്റർ കണ്ട സമയത്ത് നോട്ട് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ മുന്നേ ചെറിയ രീതിയിൽ സംസാരിച്ച് വെച്ച് ചെറിയൊരു ടോപ്പിക് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ മുന്നേ പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വരും കേട്ടോ. എനിക്ക് ഷെയർ സാറിനെയും അതുപോലെ ഋഷിത മാമിനെ മാത്രമേ വീഡിയോ മോഡിൽ കാണുന്നുള്ളൂ. യാത്രയിലോ മറ്റു തിരക്കിലൊന്നും അല്ല എങ്കിൽ നമ്മൾ എന്നും പറയുന്ന പോലെ എന്തായാലും നമ്മൾ സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഇരിക്കുകയാണ്. വേറെ സിനിമ കാണാനും മറ്റു കാര്യങ്ങൾക്കൊന്നും ഇരിക്കാണ്ട്. അപ്പൊ ഇവിടുന്ന് കിട്ടുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ്ലി കിട്ടാൻ വേണ്ടിയിട്ടും കൂടാണ് പറയുന്നത്. അതുപോലെ എല്ലാവരും വീഡിയോ മോഡിൽ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കും കേട്ടോ. വേറെ തിരക്കൊന്നും ഇല്ല എങ്കിൽ. പിന്നെ യുണീക് ടോക്കിൽ എന്നും നമ്മൾ എപ്പോഴും ഒരു 3 കാര്യങ്ങളാണ് പറയുന്നത്. ഇവിടെ എപ്പോഴും ഒരു കുട്ടിയുടെ മൈൻഡ് സെറ്റോട് കൂടിയിട്ടിരിക്കാം. കുട്ടികൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആവില്ലേ, അതെന്തായിരിക്കും, ഇന്ന കാര്യങ്ങൾ എങ്ങനെയാവുന്നില്ലേ, പറയുന്നത് നമ്മളെ പോലെ ഇല്ല, അല്ലെങ്കിൽ എന്നെ പോലെ അല്ലെങ്കിൽ നിങ്ങളെ പോലെ നമ്മൾ ഓരോരുത്തരെ പോലെ ചെറിയൊരു മനുഷ്യരാണ്. ചിലപ്പോൾ തെറ്റുകളൊക്കെ പറ്റാം. അതിനെ പൂർണ്ണമായിട്ട് സ്വീകരിക്കാൻ ആളൊരു ജഡ്ജ്മെന്റൽ സ്റ്റേറ്റ് അല്ലാണ്ട് നമ്മൾ നോക്കണം. അത് ഏത് ക്ലാസ്സിൽ പോകുന്ന സമയത്ത് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. യുണീക് ടോക്കിൽ വരുന്ന നല്ല ഹൃദയം കൊണ്ടും നല്ല മനസ്സുകൊണ്ടും കുട്ടീന്റെ ക്യൂരിയോസിറ്റിയോട് കൂടി തന്നെയാണ് വരാറില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും ഒന്നും കൂടെ റിമൈൻഡ് ചെയ്താണ് കേട്ടോ. പറ്റുന്ന പോലെ നിങ്ങള് ആ ഒരു എന്താ പറയാ, എല്ലാം നമ്മൾ എന്തൊക്കെയോ ആണല്ലോ. കുറെ ചിലപ്പോ നല്ല കമ്പനീന്റെ നല്ല അടിപൊളി പൊസിഷനിലായിരിക്കും, അല്ലെങ്കിൽ നല്ല നമുക്ക് ഇന്ന അതിന്റെ കുറെ സംഭവങ്ങൾ നമുക്കുണ്ട്. അതൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു സിമ്പിൾ ക്യൂരിയോസിറ്റിയില് എന്തൊക്കെയോ എന്റെ ലൈഫിലേക്കുള്ള യൂസ്ഫുൾ ആവുന്ന കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു തരാന് ഇവിടെ ഒരാള് വന്നിരിക്കുന്നുണ്ട്. ആ ആളെ പൂർണ്ണമായിട്ടും ഞാൻ കേൾക്കാന്നുള്ള ഒരു ഇതില് ആള് പറയുന്ന സെന്റൻസ് ഏത് സ്ട്രക്ചറിലാണ്, ആളെ ഭാഷ ഏതാണ്, ആളെ സ്റ്റൈൽ ഏതാണ് എന്നൊക്കെ ജഡ്ജ് ചെയ്യുന്ന അപ്പുറത്തേക്ക് നമ്മൾ സിംപ്ലി ആയിട്ട് അതിൽ കേൾക്കാൻ വേണ്ടി ഇരിക്കാന്നുള്ള കാര്യം പറയുന്നില്ല. എല്ലാവരും ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്തിയിട്ടുണ്ടാവുന്ന വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മളെ റഷീദ മാമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ആളൊരു പാരന്റിങ് കോച്ച് ആണ് കേട്ടോ. ചിലപ്പോൾ ടോപ്പിക്ക് നോക്കുമ്പോൾ ചിലർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. നമ്മളെ കോഴിക്കോടുള്ള AD ടോക്സിന്റെ ഓഫീസിൽ നിന്ന് പാരന്റിങ് കോച്ച് കഴിഞ്ഞതാണ്. പിന്നെ ഒരു പ്രീ സ്കൂൾ മെന്ററും കൂടാണ്. പ്രീ സ്കൂൾ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ എന്താ പറയാ, കുറച്ച് പാടുള്ള പരിപാടിയാണ് പ്രീ സ്കൂൾ മെന്ററിങ്. ചെറിയ മക്കളെടുത്ത് കയ്യിലാക്കുന്ന ആളാണ്. വലിയ ആൾക്കാർ നമുക്ക് എന്തെങ്കിലും കൊടുത്തിരുത്താൻ പറ്റും. ചെറിയ കുട്ടികൾ ഇതിന് പറ്റൂലല്ലോ. അപ്പൊ അതിൽ അടിപൊളിയായി അവർ ഹാൻഡിൽ ചെയ്ത് അവരുടെ പാരന്റ്സിന് ക്ലാസ് കൊടുത്ത് എന്താ പറയുക, ഒരു പുതിയ ജനറേഷൻ ഇങ്ങനെ മോൾഡ് ചെയ്ത് കൊണ്ടുവന്ന് അടിപൊളിയാക്കുന്ന ഒരാളാണ് ഋഷിത മാം എന്നില്ല. ചിലപ്പോൾ ആളെ പ്രൊഫൈൽ നിങ്ങൾ നോക്കിയ സമയത്തോ അല്ലെങ്കിൽ ആളെ ബയോളൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പാരന്റിങ് കോച്ച് ആണ്. അപ്പോ ഇന്നത്തെ സെഷനിൽ നമ്മൾ അവിടെ ഇവിടെ പാരന്റ്സ് ആയിട്ടുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു രീതിക്ക് പാരന്റ്സ് എന്തായാലും വഹിക്കുന്നുണ്ടാവും. നമ്മള് ഫ്രണ്ട്സിന്റെ മക്കളോ അതല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ മക്കളോ ആരുടെയെങ്കിലും മക്കളുടെ കണക്ഷൻ അല്ലേ. അപ്പൊ നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു പാരന്റിനെ അടിപൊളിയാക്കാനില്ല, ഏത് കുട്ടിയിലേക്കും നമ്മളൊരു ട്രോമയായിട്ടോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് കൊടുക്കാതിരിക്കുന്ന ഒരാളായിട്ട് മാറാണെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ഒരു അടിപൊളി പാരന്റിങ്ങിന്റെ സെഷൻ കേൾക്കാൻ വേണ്ടിയിട്ട് വിത്ത് എന്താ പറയുക, ചൈൽഡിന്റെ ക്യൂരിയോസിറ്റിയോട് കൂടി ഇരിക്കുക. നമ്മൾ എല്ലാവരും നമ്മൾ യൂണിക് ടോക്കിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. 88ാമത്തെ ആഴ്ചയാണ്. എനിക്ക് വീണ്ടും വീഡിയോ മോഡിൽ എന്തെങ്കിലും കാണുമ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു ഇതുണ്ട്. സോറി, കുറച്ച് ടയേർഡാണ് ഫേസും കാര്യങ്ങളൊക്കെ. പക്ഷെ ഉമ്മന്റെ വീട്ടിലെ നമ്മൾ ഇവിടെ നിന്ന് കുറെ കറക്കും തിരക്കും ഒക്കെ കഴിഞ്ഞുകൊണ്ടാണ്. പക്ഷെ യൂണിക് ടോക്ക് നമുക്ക് മാറ്റി വെക്കാനും മിസ് ചെയ്യാനും പറ്റാത്ത ഒന്നായതുകൊണ്ട് പിന്നെ ഇടയിൽ കയറിയതാണ് കേട്ടോ. അതിനാദ്യം സോറി ചോദിക്കുകയാണ് ഋഷിത മാമിന്റെ അടുത്തും. എക്സ്പെക്ട് ചെയ്ത രീതിയിലേക്കുള്ള ഒരു ഇന്റർ ആയിരിക്കില്ല കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ചെറിയൊരു സിറ്റുവേഷൻ വന്നുകൊണ്ടായിരുന്നു. അഫ്സൽ സാറും ബിസിയാണ്, പുറത്താണ്. നമ്മുടെ ടീം മെമ്പേഴ്സും അവരും ഫാമിലി ആയിട്ട് പുറത്താണ്. ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടായിരുന്നു. സോറി. എന്തായാലും ഋഷിത മാമിനെ ഇവിടെ ജോയിൻ ആയിട്ടുള്ള ഏകദേശം 20 സംതിങ് ആൾക്കാർ, നമുക്ക് 30 സംതിങ് ഉണ്ടാവലുണ്ട്. പെരുന്നാളിന്റെ വിഷയമുണ്ട്, കുഴപ്പമില്ല. എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്നത്. പ്ലീസ് വീഡിയോ മോഡിൽ പറ്റുന്നവരൊക്കെ വരും കേട്ടോ. വേറെ തിരക്കിലൊന്നും അല്ല എങ്കിൽ എന്തായാലും വിത്ത് ഓൾ ഹാർട്ടഡ് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളെ ഋഷിത മാമിനെ ഇൻവൈറ്റ് ചെയ്യാം. വെൽക്കം മാം. ഓക്കെ, താങ്ക് യു മിസ്ന ഫോർ ദ ഇൻട്രൊഡക്ഷൻ. പിന്നെ എൻ്റെ വോയിസ് ക്ലിയർ ആണോ, ഓഡിയബിൾ ആണോ? വോയിസ് ഓക്കെ ആണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്നെ ഒന്നുകൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് റഷീദ ബഷീർ, ഒരു പാരന്റിങ് കോച്ചാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു പ്രീ സ്കൂൾ മെന്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോ പക്ഷെ ഞാനിപ്പോ മിസ്സിന് പറഞ്ഞ പോലെ ഒരു കുട്ടികളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളാണ്, കൂട്ടത്തിൽ പാരന്റ്സിനെയും. പക്ഷെ ഇന്ന് ഇവിടെ കൂടുതലായിട്ട് പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് പാരന്റ്സിനെ കുറിച്ചിട്ട് തന്നെയാണ്. അപ്പോ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്കറിയാം,
യുണീക്നെസ് ടോക്ക് എന്ന് പറയുന്നത് ഒരുപാട് പേര് ഇതില് ഇങ്ങനെ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അല്ലെ. ഓരോ ആഴ്ചയിലും ഇങ്ങനെ മാറി മാറി ഓരോ ടോപ്പിക്, ഇത് പാരന്റ്സിന്റെ മാത്രം ഒരു സർക്കിൾ അല്ല എന്നുള്ളതും എനിക്കറിയാം. ഇത് പാരന്റ്സ് മാത്രം അറ്റൻഡ് ചെയ്യുന്ന ഒരു സർക്കിൾ അല്ല, ഒരുപാട് സർക്കിൾ ഉള്ള ഒരു ഏരിയ ആണ് യുണീക്നെസ് ടോക്ക് എന്ന് പറയുന്നത്, അതും അറിയാം. അപ്പോ പാരന്റ്സ് മാത്രമായിട്ടുള്ള ഒരു ടോക്ക് കൊണ്ടുപോയി കഴിഞ്ഞാലും അത് ശരിയാവില്ല എന്നുള്ളതും അറിയാം. പക്ഷെ ഞാനിന്നിവിടെ എന്തായാലും വന്നിട്ടുള്ളത് ഒരു പാരന്റിങ് സെഷൻ കൈകാര്യം ചെയ്യാന്നുള്ള രീതിയിലാണ്. ബട്ട് എന്താണോ ഇവിടെ ഇരിക്കുന്നവർക്ക് വേണ്ടത് അത് വരട്ടെ എന്നുള്ള രീതിയിൽ ഗൈഡഡ് ആയിട്ട് ഇരിക്കുകയാണ്. ആ ഒരു രീതിയിൽ ആ ഫ്ലോയിൽ അങ്ങ് പറയാന്ന് വിചാരിച്ചിട്ടൊന്നും വെൽ പ്രിപ്പയർഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ ജസ്റ്റ് വന്നിരുന്നിട്ടുണ്ട്, എന്താണോ ഇനി വരുന്നത് അതങ്ങനെ വരട്ടെ എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഇരുന്നെന്ന് മാത്രം. ഓക്കെ, അപ്പോ ഞാനിവിടെ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പാരന്റിങ് സെഷൻ ആണ് അല്ലെങ്കിൽ പാരന്റിങ് കോച്ച് ആയതുകൊണ്ട് കുട്ടികളെ കുറിച്ചിട്ടല്ല ഇന്നത്തെ ഒരു ടോക്ക് എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ മിക്കവാറും നമുക്ക് പാരന്റിങ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ മൈൻഡിൽ വരുന്നത് എന്താണ് ഫസ്റ്റ് നമ്മുടെ മൈൻഡിൽ വരുന്ന കാര്യം? ഇപ്പോ മിസ്ന പറഞ്ഞു, ഒന്നും കൂടെ ഞാൻ പറയാണ്, വീഡിയോ മോഡിൽ വരാൻ പറ്റുന്നവരൊക്കെ എന്ത് ചെയ്യാ, ഒന്ന് വീഡിയോ മോഡിൽ വരിക. ഇവിടെ സഹീർ സാറിനെ കാണുന്നുണ്ട്, താങ്ക് യു സോ മച്ച് ഫോർ വീഡിയോ മോഡിൽ വന്നതിന് കേട്ടാ. അപ്പോ നമുക്ക് പാരന്റിങ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു കുട്ടി, ഒരു അമ്മ, ഒരു അച്ഛൻ എന്നുള്ള ഒരു ഫ്രെയിം ആയിരിക്കും എന്ത് ചെയ്യുന്നത് അല്ലെ. നമുക്ക് പാരന്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ട് വരുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് അല്ലെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്യണം എന്നുള്ളതാണ് അല്ലെ. ഒരു പാരന്റ് എന്ന് പറയുന്നത് ഒരു കുട്ടി, ഒരു വ്യത്യാസമുണ്ട്. ഒരു കുട്ടി ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? പാരന്റ് വേണം, വേണ്ടേ? ഒരു കുട്ടി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ പാരന്റ് വേണം. പക്ഷെ ഒരു പാരന്റ് ഉണ്ടാകണോ എന്നുണ്ടെങ്കിൽ എന്ത് വേണ്ട? ഒരു കുട്ടിയുടെ ആവശ്യമില്ല എന്നുള്ളതാ. അതെങ്ങനെയാ കുട്ടി ഇല്ലാതെ പാരന്റ് ഉണ്ടാവുക? അപ്പൊ നിങ്ങൾ തിരിച്ച് എന്നോട് ചോദിക്കും, എങ്ങനെയാ പാരന്റ് ആവണമെങ്കിൽ കുട്ടി വേണ്ടേ? കുട്ടി ഉള്ളവരെയല്ല നമ്മൾ പാരന്റ് എന്ന് വിളിക്കുക. അല്ല, പാരന്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു പാരന്റ്, ഇപ്പൊ നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ആളാന്ന് വിചാരിക്കാം. ഉം ഇപ്പൊ സേർ സാറിനെ കാണുന്നുണ്ട് ഞാന്. സേർ സാറിന് ഇനിയിപ്പോ ഒരു ബിസിനസ് ആണ് അല്ലെങ്കിൽ ഒരു ജോബാണ്, എന്താണെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ആ ബിസിനസ് ആണ് നമ്മുടെ കുട്ടി എന്ന് പറയുന്നത് അല്ലെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ബിസിനസിന്റെ ഒരു പാരന്റ് ആണ് ആര്? നമ്മളെന്ന് പറയുന്നത്. അപ്പൊ ഞാൻ സൈഡിലൂടെ ഒരു ആർട്ട് ബിസിനസ് കൊണ്ടുവന്നുണ്ട്. ആ ബിസിനസിന്റെ ഓണറാണ് ഞാൻ. അപ്പൊ ആ ബിസിനസ് ആണ് എന്റെ കുട്ടി, അതിന്റെ പാരന്റ് ആണ് ഞാൻ. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെല്ലാവരും, നമ്മുടെ സൊസൈറ്റി മൊത്തം ധരിച്ച് കോമൺലി ഒരു ധാരണയുണ്ട്, എന്ത് ഒരു കുട്ടി, അതാണ് പാരന്റ് എന്ന് പറയുന്നത്, ആ കുട്ടിയുടെ പാരന്റ് എന്നുള്ള ഒരു ധാരണ. ആദ്യം നമ്മൾ അത് ബ്രേക്ക് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു സെഷന്റെ പോസ്റ്ററിൽ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ, ഇമ്പോർട്ടൻസ് ഓഫ് യു ഇൻ യുവർ പാരന്റിങ് എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും പാരന്റിങ് എന്ന് കേൾക്കുമ്പോൾ തന്നെ കുട്ടിയിലോട്ട് അങ്ങ് ഫോക്കസ് കൊടുക്കും. കുട്ടിയെ എങ്ങനെ മാറ്റാം, കുട്ടിയെ എങ്ങനെ നല്ല രീതിയിലാക്കാം, കുട്ടിയെ എങ്ങനെ വളർത്താം, കുട്ടിയെ എങ്ങനെ ബാഡ് ഹാബിറ്റ് മാറ്റാം, നല്ല ഹാബിറ്റ് എങ്ങനെ ഉണ്ടാക്കാം, അങ്ങനെ 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 ഒരുപാട് കുട്ടികളിൽ എങ്ങനെ മാറ്റം 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 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫുൾ ഫോക്കസ് എന്ത് ചെയ്യും? നമ്മുടെ കുട്ടികളിലോട്ട് അങ്ങ് കൊടുക്കുന്നുള്ളതാ. പക്ഷെ അവിടെ കുട്ടികളിലോട്ട് കൊടുക്കുന്നതോടൊപ്പം തന്നെ അവിടെ പാരന്റ് എന്ന് പറയുന്ന ഒരു റോളും കൂടി ഇല്ലേ അല്ലെ. കുട്ടികളുടെ ഇമ്പോർട്ടൻസിനോട് അതിനേക്കാൾ മുകളിൽ നിൽക്കുന്നതാണ് നമ്മൾ പാരന്റ്സ് എന്ന് പറയുന്നത് അല്ലെ. ആ പാരന്റ്സിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇന്ന് ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് അല്ലെ. നമ്മളെല്ലാവരും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്, നിങ്ങളെല്ലാവരും ഇപ്പൊ നിങ്ങളോട് തന്നെ ചോദിക്കും, ഇവിടെ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, അല്ലെങ്കിൽ ചാറ്റ് ബോക്സ് എന്ത് യൂസ് ചെയ്യാം. നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ എന്താണ്? എന്താണ് നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ? ജസ്റ്റ് ടൈപ്പ് ചെയ്യാം. ഒരു ഇന്ററാക്ഷൻ ഉണ്ടാകുമ്പോഴാണല്ലോ അതിന്റെ ഒരു സെഷന്റെ ആ ഒരു രസം അല്ലെ. ഒരാൾ മാത്രം ഇങ്ങനെ പറഞ്ഞു പോകുമ്പോ അതൊരു ബോറടി ആയി പോകും. ജസ്റ്റ് എന്തെങ്കിലും നമുക്ക് ഇങ്ങനെ ഇന്ററാക്ട് ചെയ്തിട്ട് പോവാം. ഹാപ്പിനെസ്, ഓക്കെ, ഹാപ്പിനെസ്, ഹെൽത്ത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഈ ഹാപ്പിനെസ്സിന് ഇപ്പൊ ജസ്റ്റ് ഒരാളെ എക്സാമ്പിൾ പറഞ്ഞ ഹാപ്പിനെസ് എന്നുള്ളത് അല്ലെ, മിക്കവരും അത് തന്നെ ആയിരിക്കും പറയുന്നുണ്ടാവുക. നമുക്ക് സന്തോഷം വേണം, അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്, അതിന്റെ ഒക്കെ ഒരു എൻഡിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ ഒക്കെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് എന്താ, നമുക്ക് ഹാപ്പിനെസ് വേണം അല്ലെങ്കിൽ സന്തോഷം കിട്ടണം എന്നുള്ളതാണ്. ആ സന്തോഷം കിട്ടണമെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് നമ്മൾ ആരിലോട്ട് ഫോക്കസ് കൊടുക്കണം? ആരിലോട്ടാ നമ്മൾ ഫോക്കസ് കൊടുക്കണ്ടേ? ആ സന്തോഷം എവിടുന്നാ വരുന്നത്?
നമ്മളിൽ നിന്നാണ് ആ സന്തോഷം വരുന്നത്. നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മളെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരേ ഒരാളെന്ന് പറയുന്നത് ആരാണ്? അത് നമ്മൾ തന്നെയാണ് അല്ലെ? നമ്മുടെ റബ്ബുണ്ട് അല്ലെ? അത് കഴിഞ്ഞാല് നമ്മളാണ് അല്ലെ? അപ്പൊ ആ രീതിയിൽ പക്ഷെ നമ്മള് പലപ്പോഴും ചെയ്യുന്നത് എന്താണ് അല്ലെ? ഹസ്ബൻഡ് എനിക്ക് അത് തന്നില്ല, അല്ലെങ്കിൽ മക്കൾ അങ്ങനെയായി ഇങ്ങനെയായി, അല്ലെങ്കിൽ അമ്മായിമ്മ അല്ലെങ്കിൽ ഇൻലോസ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് കാരണങ്ങൾ എന്ത് ചെയ്യും നമ്മളങ്ങ് പരത്തിയിട്ടിട്ട് എനിക്ക് ഹാപ്പി ഇല്ല, എനിക്ക് സന്തോഷമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരിക്കും അല്ലെ? ഇത് ചുറ്റും എന്തോ ആയിക്കോട്ടെ, നമ്മളുടെ ഉള്ളില് നമ്മൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും? നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോ ഇവിടെ പറഞ്ഞ ഒരു കാര്യം ഹാപ്പിനെസ് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ട ആളും ആരാണ്? നമ്മൾ ചിലരുടെ അടുത്ത് ചോദിച്ചാൽ ചിലർ പറയും. ഇപ്പോ ചില വീട്ടമ്മമാരുടെ അടുത്തൊക്കെ ചോദിച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്ന ആരെന്ന് വെച്ചാൽ ചിലപ്പോൾ പറയാം എന്റെ ഹസ്ബൻഡ്, എന്റെ മക്കള്, എന്റെ മക്കളാണ് എന്റെ ജീവിതം, എന്റെ ഹസ്ബൻഡാണ് എന്റെ ജീവിതം എന്നൊക്കെ പറയുന്നവരുണ്ട് അല്ലെ? ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവരിൽ ഒരുപാട് ടോക്കും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് കുറച്ചും കൂടെ എന്താണ് അല്ലെ മൈൻഡ് ഒക്കെ ഒന്ന് ആ ഒരു രീതിയിലുള്ള ടോക്കും കാര്യങ്ങളൊക്കെ കേൾക്കുന്നവരാണ് നിങ്ങൾ വീക്കിലി എന്നും അല്ലെ എല്ലാ വീക്കും ഇവിടെ സെഷൻസ് കേൾക്കുന്നവരായിരിക്കും അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരിക്കും, ഏകദേശം ഒരു ധാരണ ഉണ്ടായിരിക്കും നമ്മളെ കുറിച്ചിട്ടും നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്ന് കുറിച്ചിട്ടുള്ളതൊക്കെ. പക്ഷെ നമ്മൾ ഒരു സാധാരണ ഇങ്ങനത്തെ സെഷൻസോ കാര്യങ്ങളോ ഒന്നും അറ്റൻഡ് ചെയ്യാത്ത ഒരാളോട് നമ്മൾ ചോദിച്ചു നോക്കിയേ എന്താണ് നിങ്ങളുടെ ലൈഫിന്റെ പ്രയോറിറ്റി എന്നുള്ളത്, അവര് തീർച്ചയായിട്ടും പറയുന്നുണ്ടാവും അവരുടെ കുട്ടികള്, അവരുടെ ഹസ്ബൻഡ് എന്നൊക്കെ തന്നെ ആയിരിക്കും അല്ലെ? അപ്പൊ നമ്മള് എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി നമുക്ക് കൊടുക്കണം എന്നുള്ളതാണ്. നമ്മുടെ ലൈഫിലെ ഫസ്റ്റ് പ്രയോറിറ്റി നമുക്ക് കൊടുക്കണം. നമ്മൾ എപ്പോഴും പറയാറുണ്ട് നിറഞ്ഞ പാത്രത്തിൽ നിന്ന് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, പകർന്നു കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളത് അല്ലെ? നമ്മുടെ പാത്രം ഇങ്ങനെ എംപ്റ്റി ആയിരിക്കുകയാണ്, അവിടെ ഒരു സന്തോഷവും ഇല്ല, ഒരു സമാധാനവും ഇല്ല, ഒന്നുമില്ല. ആകെ ഉള്ളത് മൊത്തം എന്താണ്? സ്ട്രെസ്, ആൻസൈറ്റി, ആങ്കർ, ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് അത് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ മക്കളിലോട്ടും പാസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അല്ലെ? അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്തിരിക്കേണ്ടത്? ഹാപ്പി ആയിട്ടിരിക്കേണ്ടത്, നമ്മൾ നമ്മളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ഹെൽത്തി ആയിരിക്കേണ്ടതും ഒക്കെ നമ്മുടെ ആവശ്യം കൂടിയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾക്കും ആവശ്യമായിട്ടുള്ള കാര്യമാണ് അല്ലെ? നമ്മൾ ഒരുപാട് പെർഫെക്റ്റ് ആയ എനിക്ക് നല്ലൊരു പാരന്റ് ആകണം, എനിക്ക് പെർഫെക്റ്റ് ആയ ഒരു പാരന്റ് ആകണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓടി നടന്നുകൊണ്ട് കാര്യമുണ്ടോ? എല്ലാ പാരന്റിങ് സെഷൻസും അറ്റൻഡ് ചെയ്യും, എല്ലാ ടിപ്സും ട്രിക്സും ഒക്കെ കേൾക്കും. പക്ഷെ എന്തില്ല, നമ്മള് ആ നല്ല പാരന്റ് ആകാൻ വേണ്ടി നമ്മൾ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിലെ ഞാൻ കാണുന്നില്ല. ഞാൻ എന്താണ് എന്നുള്ളത് എന്ത് ചെയ്യുന്നില്ല, ഞാൻ മനസ്സിലാക്കുന്നില്ല, ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നമുക്ക് അവിടെ നല്ല രീതിയിലുള്ള ഒരു പാരന്റ് ആകാൻ വേണ്ടി പറ്റുമോ? ഇല്ല എന്നുള്ളതാണ് അല്ലെ? നമുക്ക് പറ്റില്ല. കാരണം നമ്മൾ എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ മക്കളിലോട്ട് പകർന്നു കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മുടെ ഉള്ളിൽ നമ്മൾ ഹാപ്പിനെസ് നിറച്ചാൽ മാത്രമാണ് നമ്മുടെ മക്കളിലോട്ട് അത് എത്തിക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമായിരിക്കും ഈ ആങ്കർ അല്ലെങ്കിൽ ദേഷ്യം വരിക. ഈ പാരന്റിങ് റിലേറ്റഡ് ആയിട്ട് തന്നെ പറയുമ്പോൾ കുറെ പേര് പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് ഭയങ്കര ദേഷ്യമാണ്, എനിക്ക് നല്ല ആങ്കർ ആണ്, എനിക്ക് ഭയങ്കര ഒരുപാട് ദേഷ്യം വരുന്ന, ഷൗട്ട് ചെയ്യുന്ന മക്കളേറ്റ്, അങ്ങനെ ആ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോ നമ്മൾ ആദ്യം ഒന്ന് ചിന്തിക്കുക, എവിടെ നിന്നാണ് ഈ ആങ്കർ വരുന്നത്, എന്താണ് ഈ ആങ്കറിന്റെ റീസൺ എന്നുള്ളത് ചിന്തിക്കുക എന്നുള്ളതാ. ചില സമയങ്ങളിലൊക്കെ നമ്മൾ എന്താവും, ഒരുപാട് ലോ ആയി പോകും. നമ്മളിപ്പോ നമ്മുടെ ഫോണ് നമ്മൾ എപ്പോഴും എന്നും ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മുടെ ഫോൺ അല്ലെ, മൊബൈൽ ഫോൺ എന്നുള്ളത്. അത് 1% അല്ലെങ്കിൽ ഒരു 5% എത്തിയിട്ട് നമ്മൾ അതില് എന്തെങ്കിലും ഗെയിം കളിക്കോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്താവും, ഫോണ് ഹാങ് ആയി പോകും അല്ലെ? ഹാങ് ആയി പോകില്ലേ? കുറച്ച് കഴിഞ്ഞാൽ അത് സ്വിച്ച് ഓഫ് ആവും. ഇതേ അവസ്ഥ തന്നെയാണ്. നമ്മുടെ ബാറ്ററി ഒരുപാട് ലോ ആയിട്ട് നമ്മുടെ കുട്ടികളുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായി പോവും, നമ്മളും ഹാങ് ആയി പോവും, നമുക്ക് സ്ട്രെസ് വരും, ദേഷ്യം വരും, ഈ വക കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നുള്ളതാ. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എപ്പോഴും നമ്മുടെ സെൽഫിനെ നമ്മളൊരു എനർജിയിൽ കീപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ട് കാര്യം. നമുക്ക് എല്ലാവർക്കും ഓരോ എനർജി ഉണ്ട്, നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. നമുക്ക് എല്ലാവർക്കും ഓരോ മനുഷ്യനും ഓരോ എനർജി ഉണ്ട്. ഓറാന്ന് വെക്കും, കേട്ടിട്ടുണ്ടല്ലേ നിങ്ങള്? ഓറ എനർജി ഉണ്ടായിരിക്കും. ഇപ്പൊ ചില ആൾക്കാരുടെ അടുത്ത് പോയി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവരുടെ ഓറ ഭയങ്കരമായിട്ട് നമ്മളെ അട്രാക്ട് ചെയ്യുന്നത് കാണാം. ഭയങ്കര വൈബ്, ഭയങ്കര എന്താ പറയാ, ഭയങ്കര തമാശ, അങ്ങനെ ആ ഒരു വൈബ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മളും അതിലോട്ട് ഇങ്ങനെ കണക്ട് ആവുന്ന ഒരു ഫീൽ വരും അല്ലെ?
ഇപ്പോ എക്സാമ്പിൾ പറയണേ, ഇപ്പൊ റിമി ടോമിന്റെ അടുത്തൊക്കെ നമ്മൾ പോയിരുന്നുണ്ടെങ്കിൽ ഇപ്പൊ അവരെ ഇതന്നെ ഇന്റർവ്യൂസ് ഒക്കെ തന്നെ കാണാം. പേളിമണി അല്ലെ, പേളിമണിന്റെ കൂടെ ഇന്റർവ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ പേളിമണി ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള പലരുടെ ഇന്റർവ്യൂസും നമ്മൾ വേറെ ചാനലിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ പേളിമാണിന്റെ കൂടെ ഇരുന്ന് ഇന്റർവ്യൂ ചെയ്യുന്നതില് അവർ വേറൊരു വൈബല്ലേ? അവർ വേറൊരു വൈബായിരിക്കും അല്ലെ? അതുപോലെ ആയിരിക്കില്ല വേറെ ഏതെങ്കിലും ചാനലിന്റെ മുന്നിൽ പോയിരുന്നിട്ട് അവർ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അവരുടെ വൈബ് എന്ന് പറയുന്നത്. അപ്പൊ ഓരോരുത്തരുടെ എനർജി തമ്മിലുള്ള ഒരു അട്രാക്ഷൻ ആണ്. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ഒരു എനർജീനെ നല്ല രീതിയിൽ വെക്കേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? ആസ് എ പാരന്റ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ളതാണ് അല്ലെ? നമ്മള് എപ്പോഴും ഇങ്ങനെ എന്താ പറയാ മസിൽ പിടിച്ച് ഈ എന്താ പറയാ ദേഷ്യപ്പെട്ട് ആ ഒരു എനർജിയിലാണ് നമ്മളെങ്കിൽ നമ്മുടെ മക്കൾ നമ്മുടെ അടുത്തോട്ട് എത്തുന്ന സമയത്ത് ആ ഒരു എനർജി തന്നെ നിൽക്കും അല്ലെ? പക്ഷെ നമ്മളെപ്പോഴും കൂളായി നമ്മളെപ്പോഴും കാമായി ആ ഒരു രീതിയിൽ നിൽക്കുകയാണെങ്കിലോ നമ്മുടെ കുട്ടികൾ നമ്മൾ അടുത്തോട്ട് വരുന്ന ആരായിക്കോട്ടെ, ഹസ്ബൻഡ് ആയിക്കോട്ടെ, വൈഫ് ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, ആ ഒരു എനർജിയിലായിരിക്കും. അപ്പൊ നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കാം, എന്റെ അടുത്ത് ബാക്കിയുള്ളവർ വരുന്ന സമയത്ത്, എന്റെ മക്കൾ എന്റെ അടുത്ത് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്റെ വൈഫ് എന്റെ അടുത്ത് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്റെ റിലേറ്റീവ്സ് എന്റെ അടുത്ത് വരുന്ന സമയത്ത് എനിക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എനിക്ക് അവർക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന എനർജി ലെവൽ എന്താണ്, എത്രമാത്രം ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുക, നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ ഒരു ബാറ്ററി നോക്കുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് സെഷൻ കഴിഞ്ഞതിന് ശേഷമോ അതോ അല്ലെങ്കിൽ ഇപ്പൊ ചെയ്യാവുന്നവർക്ക് ഇപ്പൊ ചെയ്യാം, ഇങ്ങനെയാണെങ്കിലും ഒരു ബാറ്ററി ഒരു ബുക്കിലോ പേപ്പറിലോ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. എന്നിട്ട് ഒരു ബാറ്ററി ഉണ്ട്, നമ്മൾ ഫോണിലൊക്കെ ഉണ്ടാവില്ല ഇങ്ങനെ ജസ്റ്റ് ഒരു ബാറ്ററിന്റെ ഒരു സൈന് പോലെ അത് വരയ്ക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു കഴിഞ്ഞ 1 വീക്കില് എത്രമാത്രം ബാറ്ററിയിലാണ് നിങ്ങൾ ഈ ഒരു 1 വീക്ക് റൺ ചെയ്തതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, അവിടെ മാർക്ക് ചെയ്യുക. എത്രമാത്രം ബാറ്ററി ഉണ്ടായിരുന്നു, ഒരു 30% ആണോ അതോ ഒരു 50% ആണോ അതോ ഒരു 60% ആണോ, എങ്ങനെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിന്റെ വലതുവശത്തും വലതുവശത്തായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് എന്റെ ബാറ്ററീനെ അല്ലെങ്കിൽ എന്റെ എനർജീനെ ഇങ്ങനെ ലോസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. മേ ബി അത് ഉറക്കമില്ലാത്തതായിരിക്കാം, അല്ലെങ്കിൽ ഓഫീസിലത്തെ ഇപ്പോ ഫാദേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് ഓഫീസിലത്തെ സ്ട്രെസ് ആയിരിക്കാം, അല്ലെങ്കിൽ മദേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വീട്ടുജോലികളായിരിക്കാം, അല്ലെങ്കിൽ ജോബിന്റെ പ്രഷർ ആയിരിക്കാം. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് എന്റെ എനർജിയെ ഡ്രെയിൻ ചെയ്യുന്നത്, എന്റെ എനർജിയെ ഇങ്ങനെ എന്താ പറയാ ഊറ്റിയെടുക്കുന്നത് എന്നുള്ളത്, കുറക്കുന്നത് എന്നുള്ളത് എന്ത് ചെയ്യുക, നമ്മളൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് എഴുതി വെക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇടത് സൈഡിൽ നമ്മൾ എഴുതി വെക്കുക എന്തൊക്കെ ചെയ്താലാണ് എന്റെ എനർജി ഒന്നും കൂടി എന്ത് ചെയ്യുക, ഒന്ന് ഉയർത്താൻ വേണ്ടി പറ്റുക. നമുക്ക് എപ്പോഴും ഇപ്പോ മനസ്സിലായി, ഓക്കെ ഞാൻ സ്ട്രെസ്ഡ് ആണ്, എനിക്കിപ്പോ നല്ല ദേഷ്യം വരുന്നുണ്ട്, ഞാൻ സ്ട്രെസ്ഡ് ആണ്, എന്റെ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആണ് എന്നൊരു ധാരണ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ചേഞ്ച് ആക്കാൻ നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ അല്ലേ? ഇപ്പൊ ചിലവർക്ക് അത് ഒരു നല്ല കാപ്പി കുടിക്കുന്നതായിരിക്കാം, ചിലർക്ക് ഒന്ന് പുറത്തിറങ്ങി നിൽക്കുന്നതായിരിക്കാം, ചിലർക്ക് ബീച്ചിൽ പോയി ഒന്ന് ഇങ്ങനെ നോക്കിയിരിക്കുന്നതായിരിക്കാം. അങ്ങനെ പല പല ഓരോരുത്തർക്കും എന്തായിരിക്കും ഡിഫറെന്റ് കാര്യങ്ങളായിരിക്കും. അത് അറിയാവുന്ന ആൾക്കാർ എന്ന് പറയുന്നത് നമ്മൾ തന്നെ ആയിരിക്കും. നമ്മൾക്ക് എന്ത് ചെയ്താലാണ് ഹാപ്പിനെസ് കിട്ടുക അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ആരാണ്? നമ്മൾ തന്നെയാണ് അല്ലെ? അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യാ, ലെഫ്റ്റ് സൈഡിൽ എന്ത് ചെയ്യാം, നമ്മൾ അതും എഴുതി വെക്കാം. എന്താണ് എന്റെ എനർജി ലെവൽ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ജസ്റ്റ് എഴുതി വെക്കാം. എഴുതി വെച്ചതിന് ശേഷം എന്ത് ചെയ്യാ, ഓരോ സമയം ജസ്റ്റ് ദേഷ്യപ്പെടുന്ന സമയത്തോ അല്ലെങ്കിൽ ജസ്റ്റ് എനർജി ലോസ് ആയി എന്ന് തോന്നുന്ന സമയത്തോ ഇത് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ ഓർക്കാം. ഓക്കെ, ഇപ്പൊ എത്രയാണ് എന്റെ എനർജി ലെവല്, ഓക്കെ ഇത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ജസ്റ്റ് ഒരു മൈൻഡിൽ ആ ഒരു തോട്ട് വന്നാൽ പോലും നമുക്ക് അതിന്റെ ചേഞ്ചസ് കാണാൻ പറ്റുന്നുള്ളതാണ്. നമുക്ക് അതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുക, അതിന് ഒരു ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. ചിലപ്പോ സിമ്പിൾ ആയിട്ടൊക്കെ തോന്നാം, അപ്പോ ഒരു കപ്പ് ടീ കുടിച്ചാൽ എന്താ കിട്ടാമോ അങ്ങനെയൊക്കെ തോന്നാം. പക്ഷെ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും നമുക്ക് അതിന്റെ ഒരു മാറ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തില് നമ്മുടെ എനർജി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുക നമ്മുടെ മക്കൾക്കാണ് അല്ലെ? നമ്മളെപ്പോഴും നമ്മളെ ഏറ്റവും കൂടുതൽ ആവശ്യം ഈ ലോകത്ത് ആസ് എ പാരന്റ് നമ്മളെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആൾക്കാർ ആരാണ്? നമ്മളെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് നമ്മളെ ഹസ്ബൻഡിനോ വൈഫിനോക്കാളും കൂടുതൽ നമ്മുടെ കുട്ടികൾക്കായിരിക്കും അല്ലെ? നമ്മുടെ കുട്ടികൾക്ക് തന്നെയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത്. അപ്പൊ അവർക്ക് അത്രയും നീഡഡ് ആയിട്ടുള്ള ഒരു സോഴ്സ് ആണ് നമ്മൾ പാരന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ പാരന്റ്സ് ഇങ്ങനെ എനർജി ലോ ആയിട്ട് അവരെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടായിരിക്കാം അല്ലെ? അവരെ നമ്മൾ എന്തായിരിക്കും നല്ല രീതിയിൽ എന്തായിരിക്കും അവരെ വളർത്തിക്കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അവരെ ആ ഒരു ജേർണി സൂപ്പർ ആക്കാൻ വേണ്ടി നമുക്ക് പറ്റുമോ? ഇല്ല. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കാറായിട്ട് എന്ത് ചെയ്യാ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മളെ കുട്ടികള് അതിലൊരു പാസഞ്ചർ ആയിട്ട് കാണാം.
ഓക്കെ, നിങ്ങൾ ഇല്ലേ ഇവിടെ? എല്ലാവരും വീഡിയോ ഓഫ് ആണ്, അതുകൊണ്ടാണ് ജസ്റ്റ് ചോദിച്ചേട്ടാ. ഓക്കെ, അപ്പൊ ഒരു കാർ ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യുക, ജസ്റ്റ് പാസഞ്ചർ ആയിട്ട് കാണാം. ഈ കാറിനെ സർവീസ് ചെയ്യാറില്ല, പെട്രോൾ അടിക്കാറില്ല, അതിന് വേണ്ട ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നില്ല കാറിന്. അങ്ങനെയാണെങ്കിൽ ഈ കാർ ഓടിച്ച് എത്ര ദൂരം നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുമോ? ഇല്ല. ഒരു സമയം എത്തുമ്പോ എന്താവും, അതവിടെ സ്റ്റോപ്പ് ആവും അല്ലെ, അവിടെ ബ്രേക്ക് ഡൗൺ ആവും. ഇതേ സെയിം അവസ്ഥ തന്നെയാണ് നമ്മൾ പാരന്റ്സിന്റെ. നമ്മൾ ഓൺലി ഫോക്കസ് എന്ത് കൊടുക്കുക, നമ്മുടെ കുട്ടികൾക്ക് മാത്രം നമ്മളെ ഫോക്കസ് കൊടുക്കാതെ, നമ്മളിൽ ഫോക്കസ് ചെയ്യാതെ നമ്മുടെ കുട്ടികളിൽ മാത്രം അല്ലെങ്കിൽ ചുറ്റുള്ള കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം എന്ത് ചെയ്യും, അത് ബ്രേക്ക് ഡൗൺ ആവും. ഒരു ദിവസം അത് ബേൺ ഔട്ട് ആവും. ആ ഒരു രീതിയിൽ എന്ത് ചെയ്യും, നമ്മുടെ മെന്റൽ സ്റ്റേറ്റും ഒക്കെ എത്തിച്ചേരും എന്നുള്ളതാ. അപ്പൊ നമ്മൾ കുറച്ചൊക്കെ കെയർ, ഇപ്പൊ ഈ സെൽഫ് കെയർ എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾക്ക് തന്നെ ഹാപ്പിനെസ് കിട്ടുന്ന, സമാധാനം കിട്ടുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമുക്ക് എന്താണോ ഇൻട്രസ്റ്റ് അത് നമ്മൾ തന്നെ തെരഞ്ഞെടുത്ത് നമ്മൾ തന്നെ അനലൈസ് ചെയ്ത് എന്ത് ചെയ്യുക, നമ്മൾ ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ്. അത് ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ അറിയാം, ഇപ്പൊ കാറിന് പെട്രോളും സർവീസും ഉള്ളതുപോലെ നമുക്കും ഈ സെൽഫ് കെയർ എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് മിക്ക പാരന്റ്സ് എന്ത് ചെയ്യുന്നില്ല, ഫാദർ ആയിക്കോട്ടെ മദർ ആയിക്കോട്ടെ, പലരും അത് കെയർ ചെയ്യുന്നവരുണ്ടായിരിക്കാം. പക്ഷെ മോസ്റ്റ് ആൾക്കാരും എന്താണ്, അതിനെ പറ്റിയിട്ട് എന്തില്ല, കെയർ അധികം കൊടുക്കുന്നില്ല. ഓൺലി കുട്ടികളുടെ കെയർ. കുട്ടികൾ എന്നും കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ബോഡി ക്രീം തേച്ചു കൊടുക്കുന്നുണ്ടോ, അവരെ ആക്ടിവിറ്റീസുകൾ കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അല്ലെ. നമ്മളിപ്പോ ഫാദേഴ്സ് ആണെങ്കിലും അങ്ങനെയല്ലേ, കുട്ടികളെ സ്റ്റഡീസ് മുന്നോട്ട് നല്ല രീതിയിൽ പോകുന്നുണ്ടോ, അങ്ങനെ കുട്ടികളുടെ ആവശ്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ നോക്കി 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 പതുക്കെ നമ്മൾ എന്നൊരു പാരന്റ് അവിടെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മളുണ്ട് പാരന്റിന്റെ ഉള്ളില്. പലപ്പോഴും നമ്മൾ ഒരു അച്ഛനായി മാത്രം മാറും, അല്ലെങ്കിൽ ഒരു അമ്മയായി മാത്രം മാറും. ആ അമ്മന്റെ ഉള്ളിലും അച്ഛന്റെ ഉള്ളിലും ഞാൻ എന്നൊരാളുണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യും, പലരും മറന്നു പോകുന്നുണ്ട് എന്നുള്ള. പക്ഷെ അങ്ങനെയല്ല, നമ്മളെ മറന്നുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കളെ നോക്കുമ്പോൾ എന്താണ്, അവർക്കും എന്ത് കിട്ടുന്നില്ല, ഞാൻ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള ഒരു മെസ്സേജ് കിട്ടുന്നുണ്ടായിരിക്കോ? ഇല്ല അല്ലെ. നമ്മൾ നമ്മളെ സെൽഫ് കെയർ ചെയ്തുകൊണ്ട് അവരെ ഒന്ന് ട്രീറ്റ് ചെയ്ത് നോക്കും, അപ്പൊ മനസ്സിലാവും, ഓക്കെ അച്ഛനും അമ്മയും ഞാനും ഇമ്പോർട്ടന്റ് ആണ്, മക്കളും ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളൊരു തോട്ടാണ് എന്ത് ചെയ്യുക, എന്നുള്ളൊരു മെസ്സേജ് ആയിരിക്കും അവർക്ക് കൊടുക്കാന്നുള്ള. നമ്മുടെ മക്കൾക്ക് ഏറ്റവും നമ്മൾ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്തായിരിക്കും? നമ്മളെല്ലാവരും നമ്മുടെ മക്കൾക്ക് പല പല ഗിഫ്റ്റുകൾ മേടിച്ചു കൊടുത്തിട്ടുണ്ടാവും ഇല്ലേ. എക്സ്പെൻസീവ് ആയിക്കോട്ടെ അല്ലാതായിക്കോട്ടെ, ഒരുപാട് ഗിഫ്റ്റുകൾ മേടിച്ചു കൊടുക്കുന്നവരുണ്ടായിരിക്കും, മേടിച്ചു കൊടുത്തവരുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ പാരന്റ്സ്, ആസ് എ പാരന്റ്, നമുക്ക് ഏറ്റവും കൂടുതൽ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നോളേജ്. ഓക്കെ, അറിവ്. ഓക്കെ ഓക്കെ, അതൊരു കാര്യമാണ്. ബട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് ബെസ്റ്റ് ആയിട്ടൊരു ഗിഫ്റ്റ് കൊടുക്കുക എന്ന് പറയുന്നത് സമാധാനമല്ലേ? അല്ലെ? നമ്മളും ആഗ്രഹിക്കുന്നതല്ലേ? ഇപ്പൊ നേരത്തെ ഞാൻ ചോദിച്ച സമയത്ത് ലൈഫിന്റെ പ്രയോറിറ്റി, അല്ലെങ്കിൽ ലൈഫിൽ എന്താണ് ഏറ്റവും ആവശ്യം എന്ന് വെച്ചപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? ഹാപ്പിനെസ് പറഞ്ഞു. പക്ഷെ ഏറ്റവും ആ ഹാപ്പിനെസിന്റെ അപ്പുറത്തേക്ക് ഒരു സാധനമില്ലേ നമ്മുടെ ലൈഫില്, അല്ലെ? ആ ഹാപ്പിനെസിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു സാധനമാണ് എന്ത്? സമാധാനം എന്ന് പറയുന്നത്, അല്ലെ? നമ്മുടെ മക്കൾക്കൊക്കെ നമ്മൾ പാരന്റ്സിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സമാധാനമാണ്. അത് ഈ സ്ട്രെസ്ഡ് ആയിട്ടുള്ള പാരന്റ്സിന്റെ കിട്ടുമോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സ്ട്രെസ്ഡ് ആയിട്ടുള്ള പാരന്റിൽ നിന്ന് കുട്ടികൾക്ക് സമാധാനം കിട്ടുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അവർക്ക് കിട്ടുന്നില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ ശ്രമിച്ചോണ്ടിരിക്കും അല്ലെ. അത് തന്നെയാണ് വേണ്ടത് എന്നുള്ളതാ. അത് തന്നെയാണ് വേണ്ടത്. ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാരന്റ് ആവണമെന്നും പറ്റൂല എന്നല്ല. പക്ഷെ പലരുടെയും പ്രശ്നം എന്താണെന്നറിയോ? പെർഫെക്റ്റ് പാരന്റ് ആകാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. പെർഫെക്റ്റ് പാരന്റ് ആകാനൊന്നും ആരും ശ്രമിക്കേണ്ടതില്ല. നമ്മൾ എന്തായാൽ മതി, നമ്മൾ തന്നെ ഒന്ന് സെൽഫ് കെയർ ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് പോയാൽ മതി. അപ്പൊ തന്നെ നമ്മുടെ പാരന്റിങ് സൂപ്പർ ആവും എന്നുള്ളതാ. അല്ലാതെ ഓക്കെ എങ്ങനെ എന്റെ പാരന്റിങ് നന്നാക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് ഓവറായിട്ട് നോളേജ് അറിയുക, ഇങ്ങനെ നോളേജ്ഡ് ആവാൻ നോക്കും. പക്ഷെ നമുക്ക് പാരന്റിങ്ങിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മൾ അറിഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളല്ലേ, അതൊക്കെ എന്ത് ചെയ്യുക, എടുത്ത് ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നമുക്കറിയാം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, മക്കളെ വളർത്താൻ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നൊക്കെ എല്ലാ പാരന്റ്സിനും അറിയാം. അതറിയാതൊന്നും ഒരു പാരന്റ്സും ഇല്ല, എല്ലാ പാരന്റ്സിനും അറിയാം. പക്ഷെ മക്കളടുത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. അൺലേൺ ആണ് ചെയ്യേണ്ടത്. നമ്മൾ ഇനി ലേൺ ചെയ്യണ്ട, നമുക്ക് അറിയാം. നമ്മള് സൊസൈറ്റി തന്നെ നമുക്കെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ സൊസൈറ്റി പഠിപ്പിച്ചതിൽ നിന്നും കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യാനുണ്ട്,
നമുക്ക് അൺലൈൻ ചെയ്ത് പോവാനുണ്ട്. അപ്പൊ അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്നുള്ളതാണ്. അപ്പോ നമ്മളൊരു പാരന്റ് എന്ന് പറയുന്നത് നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നമ്മുടെ പാരന്റിങ്ങിലും ഫസ്റ്റ് ഇപ്പോ ഒരു എന്താ പറയാ ഒരു പാരന്റിങ് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഫസ്റ്റ് തൂണ് ഇപ്പൊ നമ്മൾ പറയില്ലേ നെടുംതൂണ് എന്നൊക്കെ പറയും അല്ലെ. ആ നെടുംതൂൺ എന്ന് പറയുന്നത് കുട്ടിയല്ല, പാരന്റ് ആണ്. ആ പാരന്റ് എങ്ങനെയാണോ അതായിരിക്കും കുട്ടികൾ. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ മക്കളൊക്കെ എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രീ സ്കൂൾ മെന്ററായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത്, അപ്പൊ അവിടൊക്കെ ചെറിയ ചെറിയ കുട്ടികളാണ് അവിടെ ഉള്ളത്. അപ്പോ അവിടെ എന്ന് പറയുന്നത് ആ ഒരു ചെറിയ പ്രായത്തില് നമ്മള് ഒരു 0 to 7 years എന്നൊക്കെ പറയുന്നത് അവരിങ്ങനെ സ്പോഞ്ച് പോലെ നമ്മൾ കാണുന്നതൊക്കെ ഇങ്ങനെ ഒപ്പി 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 എടുക്കുന്നുള്ളതാ. അപ്പോ നമ്മൾ പാരന്റ്സ് എന്താണോ അതായിരിക്കും അവരിങ്ങനെ ഒപ്പിയെടുക്കുക, കോപ്പി ചെയ്തെടുക്കുക. നമ്മളിപ്പോ ഈ ഗർഭിണി ആയിരിക്കുന്ന സമയത്തൊക്കെ കുട്ടികൾ വയറ്റിലുണ്ടാവുന്ന സമയത്ത് കുട്ടികളുടെ ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള ഓർഗൻ എന്താണെന്നറിയോ? ആർക്കെങ്കിലും അറിയാവോ? ആക്റ്റീവായിട്ട് കുട്ടികളിൽ ഏറ്റവും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഓർഗൻ എന്താണെന്നറിയാവോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് ചോദിക്കുന്നത് നിങ്ങൾ ഇവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മോസ്റ്റ് ആൾക്കാരും വീഡിയോ ഓഫ് ആയതുകൊണ്ട് സത്യൻ സാറിനെ മാത്രമാണ് ഞാൻ ഇവിടെ കാണുന്നത്. ഓക്കെ, ബ്രെയിൻ. ഓക്കെ, ഏറ്റവും നമ്മുടെ കുട്ടികള് നമ്മൾ വയറ്റിലായിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആവുന്ന ഒരു സാധനം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഓപ്പൺ ആയിരിക്കുന്നത് ചെവിയാണ്. നമ്മൾ പറയുന്നതൊക്കെ അവർ കേൾക്കും. നമ്മൾ പറയുന്നതൊക്കെയും നമ്മൾ പുറത്തുനിന്ന് എന്തെങ്കിലും പറയുന്നുണ്ട് അതൊക്കെ നമ്മുടെ വയറ്റിലുള്ള കുട്ടികൾ എന്ത് ചെയ്യും? കേൾക്കുന്നുള്ളതാണ്. ഏറ്റവും ഇങ്ങനെ ഓപ്പൺ ആയിരിക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ചെവിയാണ്. പക്ഷെ അവർ പുറത്തു വന്നാലോ ഏറ്റവും വർക്ക് ചെയ്യാത്തൊരു സാധനം ചെവിയായിരിക്കും അല്ലെ. അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞാലും അതൊന്നും കേൾക്കാതെ അവർക്ക് തോന്നിയ പോലെ കാര്യങ്ങൾ ചെയ്യുന്നുള്ളതാ അല്ലെ. പക്ഷെ അവര് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഫുൾ ടൈം ഓപ്പൺ ആയിരിക്കുന്ന സാധനം എന്താണെന്നറിയാവോ? എന്താണ്? അവരുടെ കണ്ണുകളാണ്. അവരെന്താണ് അവർ കേൾക്കുന്നതായിരിക്കൂല ജീവിതത്തിൽ പകർത്തുക. അവരുടെ ചെവിയല്ല അവിടെ വർക്ക് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പാരന്റ്സിന്റെ വിചാരം എന്താണ്? പറഞ്ഞാൽ ശരിയാവും. നമ്മളൊക്കെ പറഞ്ഞാണ് കാര്യങ്ങൾ നടക്കുക അല്ലെ. അങ്ങനെ ചെയ്യ് ഇങ്ങനെ ചെയ്യ് അത് ചെയ്യല്ലേ ഇത് ചെയ്യല്ലേ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അതല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കുട്ടികള് ജനിച്ച് പുറത്തോട്ട് വന്ന് കഴിഞ്ഞാല് അവരുടെ കണ്ണാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അവരെന്താണോ കാണുന്നത്, പാരന്റ്സ് എങ്ങനെയാണെന്നാണോ അവര് കാണുന്നത് അതാണ് അവർ അവരുടെ ജീവിതത്തിൽ പകർത്തുന്നത്. അപ്പൊ നമ്മളെപ്പോഴും സ്ട്രെസ്സായി നമ്മുടെ കാര്യങ്ങളൊന്നും ചെയ്യാൻ നമുക്ക് നേരമില്ല, അങ്ങനെ ഒരു പാരന്റ് ആണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ എന്തായിരിക്കും? അവരും അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മളെ സെയിം മോഡലായിട്ട് എന്ത് ചെയ്യും? അവരും പോകുന്നുള്ളതാ. പക്ഷെ നമ്മൾ നമുക്ക് വേണ്ട സെൽഫ് കെയർ കൊടുത്ത് നമ്മൾ ഇപ്പോ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാന്ന് വിചാരിക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യാന്ന് വിചാരിക്കാം. ആ ഒരു സമയത്താണ് കുട്ടി എന്തെങ്കിലും സൗണ്ട് വന്നോ? ആ ഒരു സമയത്താണ് കുട്ടി എന്തെങ്കിലും ആവശ്യം പറഞ്ഞു വരുന്നതെന്ന് വിചാരിച്ചു. അപ്പോ സ്വാഭാവികമായിട്ടും പെർഫെക്റ്റ് ആവണം എന്നുള്ള ഒരു പാരന്റ് ഉണ്ട് ഒരു സ്ഥലത്ത്, പിന്നെ നോർമൽ ഒരു പാരന്റ്. ഇപ്പൊ ഈ പെർഫെക്റ്റ് ആവണം എന്നുള്ള ഒരു പാരന്റ് ആണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ചെയ്യാം? ഞാൻ ചെയ്യുന്ന ഒരു സാധനമൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമൊക്കെ അവിടെ വെച്ചിട്ട് എന്താ മോനെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? കുട്ടിയുടെ അടുത്തേക്ക് പോകും. കാരണം പെർഫെക്റ്റ് ആണല്ലോ, കുട്ടി എന്താണോ കുട്ടിയുടെ ആവശ്യം അതൊക്കെ നടത്തി കൊടുക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ്. പക്ഷെ അങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത്? ആ ഒരു സമയത്ത് അവർക്ക് എന്ത് മെസ്സേജാ കിട്ടുന്നത്? ഉമ്മിക്ക് അല്ലെ, പാരന്റിന് അവരെ കാര്യങ്ങൾക്കാളും വലുത് ഓക്കെ അവരുടെ കാര്യങ്ങളൊന്നും ഇമ്പോർട്ടന്റ് ഇല്ല, എന്റെ കാര്യമാണ് ഇമ്പോർട്ടന്റ് എന്നുള്ളത് അല്ലെ. പക്ഷെ ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അവരുടെ അടുത്ത് പറയാം, ഓക്കെ ഞാനിപ്പോ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വെയിറ്റ് ചെയ്യട്ടോ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം നമുക്ക് പറയാം. അത്രയും അർജന്റ് ആണെങ്കിൽ പോവാട്ടോ. എവിടുന്നോ ഒരു സൗണ്ട് വരുന്നുണ്ട്. ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? ഓക്കെ ഓക്കെ. അപ്പൊ ആ രീതിയിൽ വേണം എന്ത് ചെയ്യാന്? നമ്മൾക്കും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളൊരു ഫീൽ എന്ത് ചെയ്യണം? മക്കൾക്ക് നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ്. ഓക്കെ. ഇപ്പോ ഒരുപാട് പാരന്റ്സിന്റെ ഒരു മെയിൻ ഇഷ്യൂ ആണ് ഈ ആങ്കർ, ദേഷ്യം എന്ന് പറയുന്നത്. അത് കൺട്രോൾ ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. മക്കൾ എന്തെങ്കിലും വന്ന് പ്രത്യേകിച്ച് ഈ ജോബ് ഈ ഇടയായിട്ട് ഒരു പാരന്റ് ഷെയർ ചെയ്തൊരു കാര്യമാണ്. എന്താന്ന് വെച്ചാല് അവര് ജോബിന് പോകുന്ന ഒരു പാരന്റ് ആണ്, വുമൺ ആണ്, മദറാണ്, ജോബിന് പോകുന്ന ഒരു മദറാണ്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ വൈകിട്ട് ഒരു മോനുണ്ട്, 7 വയസ്സായ മോനുണ്ട്. മോന് സ്കൂളിലിട്ട് വരുമ്പോഴേക്കും എന്ത് ചെയ്യും? ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് എത്താൻ ശ്രമിക്കും. ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേ എന്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ വരും.
ആ വന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, കുറച്ച് വർക്ക് പെൻഡിങ് ഉള്ളത് എന്ത് ചെയ്യും, ഫോണിലൂടെ ആ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കും. അപ്പൊ മോന് സ്കൂളിലിട്ട് വന്ന് അവന്റെ ഇതൊക്കെ ഡ്രസ് ചേഞ്ച് ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എന്റെ അടുത്ത് വന്നിരുന്ന് മമ്മി ഒന്ന് കളിക്കാൻ വായോ, മമ്മി ഒന്ന് കളിക്കാൻ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഓട്ടോമാറ്റിക്കലി എനിക്ക് ദേഷ്യം വരാണ്. കാരണം എന്റെ വർക്ക് ഇവിടെ പെൻഡിങ് ഉണ്ട്. പിന്നെ അവന്റെ കൂടെ കളിക്കാൻ പോകാൻ എനിക്ക് നേരമില്ല. എന്റെ വർക്ക് ഇവിടെ പെൻഡിങ്. അപ്പൊ ഞാൻ ഓട്ടോമാറ്റിക് എന്റെ പൊയ്ക്ക്, നീ ഒന്ന് പൊയ്ക്ക് അവിടുന്ന്, എനിക്ക് വേറെ കുറേ പണികളുണ്ട് എന്ന് പറഞ്ഞിട്ട് അവന്റെ അടുത്ത് ഷൗട്ട് ചെയ്യും. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഭയങ്കര ഗിൽറ്റാണ്, ഭയങ്കര റിഗ്രറ്റ് അടിക്കും. എന്തിനാ ഞാൻ അങ്ങനെ പറഞ്ഞത്, എന്റെ മോനോട് എന്തിനാ വഴക്കിട്ടത്, എന്തിനാ അടിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഭയങ്കര പ്രശ്നം. ആ രീതിയിൽ എന്റെ അടുത്ത് വന്ന് ഷെയർ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടൊരു കാര്യം എന്ന് പറയും, നമ്മളെല്ലാരും ഇപ്പൊ ഈ ഒരു കേസ് പറഞ്ഞത് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കും അങ്ങനെ ഒരു, ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും അടുക്കളയിൽ കിച്ചണിൽ എന്തെങ്കിലും ഭയങ്കര പണിയിലാണെങ്കിലും മക്കൾ എന്തെങ്കിലും വന്ന് ചോദിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, നമുക്ക് ദേഷ്യം വരും. ഒന്ന് പോയെ, ഒരു 100 കൂട്ടം പണി ഇവിടെ ഉണ്ട്, എന്റെ ഇടയിൽ പോകേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ രീതിയിൽ തള്ളിക്കളയാറുണ്ട്. അപ്പൊ അത്തരത്തിൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് തോന്നും വേണ്ടിയിരുന്നില്ല എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നും. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നോക്കുക, അങ്ങനെ പറഞ്ഞു പോയല്ലോ എന്നാലോചിച്ച് റിഗ്രറ്റ് ഗിൽറ്റ് അടിച്ചിരിക്കാതെ അടുത്ത ടൈം എങ്ങനെ ബെറ്റർ ആക്കാം എന്നെന്ത് ചെയ്യാ നോക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഓഫീസ് കഴിഞ്ഞ് വന്ന് മോന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്ന ഒരു 10 മിനിറ്റ്സ്, ഓൺലി ഒരു ദിവസത്തിൽ 10 മിനിറ്റ് മാത്രം, 10 മിനിറ്റ് മതി. 10 മിനിറ്റ് എന്ത് ചെയ്യുക, ഫോണൊന്ന് എടുത്ത് വെച്ചിട്ട് കുട്ടിയുടെ കൂടെ ഇരിക്കുക. എവിടെയാണ്, തറയിൽ കുട്ടിയുടെ കൂടെ ഇരുന്നിട്ട് എന്തും ചെയ്യാം. വേണമെങ്കിൽ അവൻ പറയുന്ന കഥകൾ കേട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കളിക്കേ, നീ കളിക്കണം എന്ന് നിർബന്ധമില്ല, അവന്റെ കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, തോളിൽ കഴിയിട്ട് ഇരിക്കുക. ആ രീതിയിൽ എന്ത് ചെയ്യുക, ഇരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഏകദേശം ഒരു 2-3 വീക്ക് കഴിഞ്ഞപ്പോ എനിക്ക് മെസ്സേജ് അയച്ചു, ഇപ്പൊ നല്ല രീതിയിലുള്ള മാറ്റമുണ്ട്. അവനക്ക് ഞാന് കുറെ നേരം കളിക്കണം എന്ന് പോലും ഇല്ല. എന്തുകൊണ്ടാണ്, ആ 10 മിനിറ്റ് മതി നമ്മുടെ മക്കൾക്ക്. നമുക്ക് നമ്മുടെ മക്കൾക്ക് ഹാപ്പി ആയിട്ടുള്ള, പീസ്ഫുൾ ആയിട്ടുള്ള ഒരു 10 മിനിറ്റ് കിട്ടിയാൽ മതി അവരുടെ പാരന്റിന്റെ കൂടെ. അവര് ഹാപ്പിയാണ്. അവരുടെ ഒരു ഡേക്ക് മൊത്തമുള്ള ആ എനർജിയും കാര്യങ്ങളും എന്ത് ചെയ്യും, ആ 10 മിനിറ്റിലുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ആ 10 മിനിറ്റ് എന്തായിരിക്കണം, നമ്മൾ കൊടുക്കുന്ന ആ 10 മിനിറ്റ് നമ്മൾ പീസ്ഫുൾ ആൻഡ് കാം ആയിട്ടിരിക്കണം എന്നുള്ളതാണ്. അല്ലാതെ 24 മണിക്കൂറും നമ്മുടെ കുട്ടികളെ കൂടെ ഉണ്ട്. 24 മണിക്കൂറും സ്ട്രെസ്ഡ് ആയി ആകെ എന്താ പറയാ, മൈൻഡൊക്കെ അലങ്കോലമായ ഒരു പാരന്റ് ആണ് എന്നുണ്ടെങ്കിൽ ആ 24 മണിക്കൂറും വേസ്റ്റ് ആണ്. അതാണോ നല്ലത്, ഈ 10 മിനിറ്റ് ആണോ നല്ലത്? നിങ്ങൾ എന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ 10 മിനിറ്റ് കൊടുക്കുന്നതാണോ നല്ലത്, അതോ ഈ 24 മണിക്കൂർ കൊടുക്കുന്നതാണോ നല്ലത്? ഈ 10 മിനിറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കി സമയത്ത് നമുക്ക് വേണ്ട കാര്യങ്ങളും ചെയ്യാം, 10 മിനിറ്റ് കുട്ടിക്കും കൊടുക്കാം എന്നുള്ള രീതിയിൽ. ഒരു 10 മിനിറ്റ്സ് ക്വാളിറ്റി ടൈം എന്ന് പറയും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരുപാട് കേട്ടിട്ടുണ്ടാവും അല്ലെ, ക്വാളിറ്റി ടൈം എന്ന് പറയും. അത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്, ക്വാളിറ്റി ടൈം. അത് പലപ്പോഴും ചിലരൊക്കെ എന്താക്കുകയാണ്, ക്വാണ്ടിറ്റി ടൈം ആക്കും. എത്ര ടൈമാണ് അവിടെ എന്താവുന്നത്, സ്പെസിഫിക് ആവുന്നത്. 10 മിനിറ്റ് ഇരിക്കണമല്ലോ, 20 മിനിറ്റ് ഇരിക്കണമല്ലോ എന്നുള്ള ഒരു സാധനം വരും ചില പാരന്റ്സിന്റെ അടുത്ത്. പക്ഷെ അതല്ല, നമ്മൾ കൊടുക്കുന്ന സമയം എന്ത് ചെയ്യും, ക്വാണ്ടിറ്റിനേക്കാളും കൂടുതൽ ക്വാളിറ്റി ആണ് മാറ്റേഴ്സ്. കുറേ ക്വാണ്ടിറ്റി, കുറേ സമയം അവർക്ക് കൊടുത്തോണ്ട് കാര്യമില്ല. കൊടുക്കുന്നത് കുറച്ചാണെങ്കിലും ക്വാളിറ്റിയിൽ എന്ത് ചെയ്യുക, കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ആ രീതിയിൽ നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ മക്കൾക്ക് എന്നുള്ളത് അറിയാം. നമ്മുടെ മക്കൾക്ക് ഏറ്റവും ഈ ലൈഫിൽ അവർ ഏറ്റവും പ്രയോറിറ്റൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മളെയാണ്. ആസ് എ പാരന്റ് നമ്മളെയാണ്, അല്ലേ? ആണ്. നമ്മൾ ചെറുതാവുമ്പോഴൊക്കെ നമ്മൾ കുട്ടികളുടെ അടുത്ത് ചോദിച്ചു നോക്കിയേ, ആരാ ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് വെച്ചാൽ അവര് ഉമ്മി അല്ലെങ്കിൽ ഉപ്പ എന്നൊക്കെ പറയും. പക്ഷെ കുറച്ച് വലുതായി കഴിഞ്ഞാല് അതൊക്കെ മാറി, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പറയും, അല്ലെ? എപ്പോഴും നമ്മുടെ മക്കൾക്ക് നമ്മളൊരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റുമെന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര ബ്ലെസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്, അല്ലെ? അതിലും വലിയ ഹാപ്പിനെസ് വേറെ എന്തെങ്കിലും ഉണ്ടാവും, അല്ലെ? ആ രീതിയിൽ നമുക്ക് ഇരിക്കാൻ വേണ്ടി പറ്റണം എന്നുള്ളതാ. നമ്മുടെ മക്കൾക്ക് നമ്മൾ എന്താണ്, വളരെ നമ്മുടെ അടുത്തുനിന്ന് വരുന്ന ഒരു വാക്ക്, ഒരു എന്താ പറയാ, ഒരു നോട്ടം, ആംഗ്യം, ഇതൊക്കെ എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് പറഞ്ഞപ്പോ ജസ്റ്റ് മൈൻഡിലൂടെ വന്നൊരു കാര്യമാണ്. ഇപ്പൊ ഈ അടുത്തായിട്ട് നമ്മുടെ PM ഗഫൂർ സാറിന്റെ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യേണ്ട ഒരു ഭാഗ്യം ഉണ്ടായി, PM ഗഫൂർ സാറിന്. അപ്പോ അദ്ദേഹം ആ സെഷനിൽ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറി ഉണ്ട്. അദ്ദേഹം ഒരു ബുക്ക് വായിച്ച സമയത്ത്, ഞാൻ വായിച്ചിട്ടില്ല ആ ബുക്ക്, പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു സ്റ്റോറിയാണ്. അദ്ദേഹം ഒരു ബുക്ക് വായിച്ച സമയത്ത് ഒരു ആള്, ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീ ഇതേപോലെ ഓർഫനേജിൽ വളർന്നിട്ടുള്ള ഒരു സ്ത്രീയാണ്. അച്ഛനും അമ്മയും ഒന്നുമില്ല, ഓർഫനേജിലാണ് ആ സ്ത്രീ വളർന്നിട്ടുള്ളത്. ആരുമില്ല. അങ്ങനെ അവിടുന്ന് തന്നെ, ഓർഫനേജിൽ നിന്ന് തന്നെ ആ സ്ത്രീ എന്ത് ചെയ്തു, പഠിച്ച് ഡിഗ്രി ഒക്കെ എടുത്ത് ഒരു നേഴ്സായി.
നഴ്സായി. അങ്ങനെ ഈ നഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ചെറുപ്പക്കാരൻ, അത്യാവശ്യം ഒരു ഏജുള്ള ഒരാള് വന്നു. ചെറുപ്പക്കാരനാണ്. വന്നു. അദ്ദേഹത്തിന് എന്തോ അസുഖമായിട്ട് വന്നിട്ട് ഈ നഴ്സ് എന്ത് ചെയ്തു, നല്ല രീതിയിൽ അദ്ദേഹത്തെ എന്ത് ചെയ്തു നോക്കി എന്നുള്ളതാ. നല്ല രീതിയിൽ പരിചരിച്ചു. അങ്ങനെ ഇദ്ദേഹത്തിനും എന്തില്ല, ആരുമില്ല, റിലേറ്റീവ്സോ കാര്യങ്ങളോ ആരുമില്ല. ഈ നഴ്സിനാണെങ്കിലോ റിലേറ്റീവ്സ് ഉണ്ട്, അച്ഛനും അമ്മയും ഇല്ലാത്തേ ഉള്ളൂ. അങ്ങനെ ഇദ്ദേഹം ചോദിച്ചു, ഇവർ തമ്മിൽ നല്ലൊരു ബോണ്ടായി. ഈ നഴ്സ് ആണെങ്കിലോ ഭയങ്കര കാരുണ്യത്തോടു കൂടിയാണ് ഇദ്ദേഹത്തെ നോക്കുന്നത്. അങ്ങനെ ഇദ്ദേഹം ചോദിച്ചു, നിങ്ങളെ ഞാൻ കല്യാണം കഴിച്ചോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ ഈ നഴ്സ് എന്ത് ചെയ്തു, അത് സമ്മതിച്ചു. കാരണം അച്ഛനും അമ്മയും ഇല്ല, ഇങ്ങനെ ഒരു ജീവിതം. അപ്പൊ എന്ത് ചെയ്തു, സമ്മതിച്ചു. അവര് വിവാഹം കഴിച്ചു. അതിനുശേഷം ഈ നഴ്സ് എന്ത് ചെയ്തു, പ്രഗ്നന്റ് ആയി. പക്ഷെ ഇദ്ദേഹത്തിന് പിന്നെ ഒരു ഇത് തുടങ്ങി. എന്താണ്, ഇദ്ദേഹത്തിന് കുറച്ചു കാലം കാണാതാവും. ഒരു 4 വർഷം 5 വർഷമൊക്കെ ആയിട്ട് ഇദ്ദേഹത്തിന് ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് കാണാതാവും. പിന്നെ കുറെ കാലത്തിന് ഒരു അഡ്രസ്സും ഉണ്ടാവില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ തിരിച്ചു വരും. അങ്ങനെ ഈ സ്ത്രീ എന്ത് ചെയ്തു, ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു, ഇതുപോലെ ഇദ്ദേഹം പോയി. എന്നിട്ട് പിന്നെ ഡെലിവറി കഴിഞ്ഞു. പ്രസവിച്ചിട്ടൊന്നും എന്തില്ല, ആരുമില്ല ഈ സ്ത്രീന്റെ അടുത്ത്. ഈ സ്ത്രീയും ഈ കുഞ്ഞും മാത്രം. അങ്ങനെ ഈ സ്ത്രീ ഇങ്ങനെ വിഷമിക്കാണ്. രാത്രി കുഞ്ഞിരുന്ന് കരയുമ്പോഴൊക്കെ എന്ത് ചെയ്യാണ്, ഈ സ്ത്രീയും കൂടെ കരയാണ്. ഒരു കുഞ്ഞും ഒരു അമ്മയും ഒച്ചത്തിൽ കരയുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ, അല്ലെ? ഭയങ്കര ഒരു അവസ്ഥയാണ് അല്ലെ? ആ ഒരു സിറ്റുവേഷനിലൂടെ ആ ഒരു സ്ത്രീ എന്ത് ചെയ്തു, കടന്നുപോയി എന്നുള്ളതാണ്. അങ്ങനെ ഈ സ്ത്രീ തീരുമാനിച്ചു, എനിക്ക് വയ്യ, എനിക്ക് ജീവിതം തന്നെ മടുത്തു, മതി, ഇനി ഞാൻ ജീവിക്കുന്നില്ല, ഞാൻ സൂസൈഡ് ചെയ്യാണെന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. അങ്ങനെ കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ നീണ്ടു പോയി. വേണ്ട വേണ്ട എന്നുള്ളൊരു എവിടുന്നൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് നീണ്ടു പോയി. ലാസ്റ്റ് ഒരു ദിവസം എത്തിയപ്പം പറ്റില്ല, എനിക്ക് പറ്റത്തില്ല, അങ്ങനെ എന്തോ എലിവേഷൻ അങ്ങനെ എന്തോ ഒരു സാധനം മേടിച്ചിട്ട് എന്ത് ചെയ്തു, ഈ സ്ത്രീ സൂസൈഡ് ചെയ്യാൻ തീരുമാനിച്ചു. ആദ്യം എന്ത് ചെയ്യണം, കുട്ടിയെ എന്ത് ചെയ്തു, അങ്ങനെ വിഷം കൊടുക്കാന്ന് വിചാരിച്ചു. കാരണം ആ സ്ത്രീ ആലോചിച്ചെന്ത്, ഞാൻ പോയി കഴിഞ്ഞാൽ എന്റെ കുട്ടിയും എന്നെ പോലെ ഓർഫണേജിൽ ആരും ഇല്ലാതെ വളരേണ്ടി വരൂലേ, അല്ലേ? അപ്പൊ കുട്ടിയെ എന്ത് ചെയ്തു, സൂസൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ആദ്യം കൊന്നുകളയാന്ന് വിചാരിച്ചിട്ട് കുട്ടിയുടെ വായിൽ ഇങ്ങനെ വിഷം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഈ സ്ത്രീ. വിഷം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് സ്ത്രീ. പെട്ടെന്ന് എന്ത് ചെയ്തില്ല, സ്ത്രീ എന്ത് ചെയ്തു, ആ കുപ്പിയൊക്കെ മാറ്റി ആ ഒരു തീരുമാനം അങ്ങ് മാറ്റിക്കളഞ്ഞു. വേണ്ടാന്ന് വെച്ചു. വേണ്ട, എനിക്ക് ജീവിക്കണം എന്നൊന്നു. അങ്ങനെ ഈ ഈ പറഞ്ഞ ആള് എന്ത് ചെയ്ത് ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഉള്ള ഒരു കഥ തന്നെയാണ്. 1 മാസം മുന്നേ എങ്ങാനാണ് ആ അമ്മ മരിച്ചു പോയത്. ഈ ഒരു മകനായിരുന്നു അത്. ആ കുഞ്ഞെന്ന് പറയുന്നത് ഒരു ആൺകുട്ടിയാണ്, ഒരു മകനാണ്. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം ഈ അമ്മ വയ്യാതെ കിടക്കുന്ന സമയത്ത് ഈ മകനോട് ഈ കഥ പറയാണ്, ഞാൻ കൊല്ലാൻ നോക്കിയതാണ് നിന്നെ കൊല്ലാൻ നോക്കിയ ഒരു അമ്മയാണ് ഞാൻ എന്നുള്ളത് ഈ മകനോട് പറയാം. അപ്പൊ മകൻ ചിരിച്ചോണ്ട് പറയുന്നുണ്ട്, എന്തേ അപ്പൊ കൊല്ലായിരുന്നു, നിങ്ങക്ക് കൊന്നൂടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അമ്മയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറയുന്നുണ്ട്. അപ്പൊ അമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, എന്താണെന്നറിയോ, ഞാനിതിങ്ങനെ ഒഴിക്കാൻ നേരത്ത് നീ നീ എന്നെ നോക്കി ചിരിച്ചു എന്നുള്ളത്. ആ കുഞ്ഞ് എന്ത് ചെയ്തു, അമ്മയെ നോക്കി ചിരിച്ചു. അപ്പൊ എന്തായി, അമ്മയുടെ ആ തീരുമാനേ അമ്മ മാറ്റി എന്നുള്ളതാണ്. ആ അമ്മ ആ തീരുമാനം മാറ്റിയില്ലായിരുന്നെങ്കിൽ ആ കുഞ്ഞ് എന്തായാലും എന്ന് ജീവിക്കൂല. ആ കുഞ്ഞ് ആരാന്നറിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ കഥ? ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ആ കുഞ്ഞ് ആരാന്നറിയോ? കേട്ടിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് സാറ് PM ഗഫൂർ സാർ ഈ സ്റ്റോറി പറയുമ്പോഴാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ആ കുഞ്ഞാണ് നമ്മുടെ തമിഴിലൊക്കെ ഉള്ള ആക്ടർ ഇല്ലേ, നമ്മുടെ പ്രകാശ് രാജ്, അറിയില്ലേ? പ്രകാശ് രാജ് നമ്മുടെ പാണ്ടിപ്പട സിനിമയിലൊക്കെ ഉണ്ട്. പ്രകാശ് രാജ് അറിയോ? ആ പ്രകാശ് രാജ് ആണ് ആ കുഞ്ഞെന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ അമ്മ 1 മാസം മുന്നൊക്കെ ആയിട്ടാണ് മരിച്ചുപോയത്. അപ്പോ അന്ന് ആ അമ്മ എങ്ങാനും ആ ഡിസിഷൻ മാറ്റിയില്ലായിരുന്നെങ്കിൽ ഇന്നൊരു പ്രകാശ് രാജും ഉണ്ടാവൂലായിരുന്നു, അല്ലെ? അല്ലേ? ഉണ്ടാവില്ല. അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും വാക്കിന്റെയും തീരുമാനത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ മക്കളുടെ ജീവിതം ഇരിക്കുന്നത്, അല്ലെ? അത്രയും വലിയ നമ്മുടെ റബ്ബ് നമുക്ക് തന്നിട്ടുള്ള ഒരു അമാനത്ത് മുതലാണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത്. അത് എന്തിനാ പടച്ചോൻ നമുക്ക് എന്നുള്ളേ? അല്ലെങ്കിൽ പടച്ചോൻ എവിടെയെങ്കിലും വെച്ചിട്ടല്ലേ പടച്ചോനെ അങ്ങ് വളർത്തിയാ പോരെ? പടച്ചോൻ തന്നെയാണ് വളർത്തുന്നത്. അല്ലെങ്കിൽ നമുക്ക് ആ റെസ്പോൺസിബിലിറ്റി നമ്മുടെ കരങ്ങളിലോട്ട് അത് തരേണ്ട വല്ല ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. നമുക്ക് തന്നിട്ടുള്ളത് എന്തിനാണത്? അതിനെ നല്ല രീതിയിൽ എന്ത് ചെയ്യാനാണ്? വളർത്താൻ വേണ്ടിയിട്ടാണ്.
പക്ഷെ നമ്മൾ ചെയ്യുന്ന എന്താ, അതിനാരൊക്കെയോ ആക്കാൻ വേണ്ടി നോക്കുകയാണ്. പക്ഷെ ആരും ആക്കാൻ വേണ്ടി നോക്കണ്ട. നല്ല രീതിയിലുള്ള വെള്ളവും വളമൊക്കെ ഒന്ന് കൊടുത്താൽ മതി. ഒരു ചെടി ഇങ്ങനെ വളരണമെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ ജസ്റ്റ് ഒന്നിങ്ങനെ കൊടുത്താൽ മതി, അല്ലേ? അത് മതി. അതിനെ ആരൊക്കെ ആക്കാൻ വേണ്ടി നോക്കുകയാണ് നമ്മൾ, പക്ഷെ ആരും ആക്കാൻ വേണ്ടി നോക്കേണ്ടതില്ല. ഇവിടെ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിനും, അല്ലെ? ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, ഈ സെഷനിൽ ഇപ്പോ ഒത്തിരി പേരുണ്ട്. ഒത്തിരി പേരുള്ളത് ഓരോരുത്തരും ഓരോ മേഖലയിൽ നിൽക്കുന്നവരായിരിക്കും, അല്ലെ? ഓരോരുത്തരും ഓരോ മേഖലയിൽ. ഇപ്പൊ സഹീർ സാറിന്റെ ഒരു ഫീൽഡ് ആയിരിക്കൂല സത്യൻ സാറിനുള്ളത്. അതുപോലെ ഓരോ ആൾക്കാരും ഓരോരോ മേഖലയിലായിരിക്കും. അതെന്താണ് അങ്ങനെ, അല്ലെ? എല്ലാവരും കൂടി ഒരു മേഖലയ്ക്ക് പോയിക്കൂടെ? പറ്റില്ല. കാരണം എന്താണ്, നമ്മുടെ റബ്ബ് നമ്മുടെ ഇങ്ങോട്ട് സൃഷ്ടിച്ചിട്ടുള്ളത് ഓരോരുത്തർക്കും ചെയ്യാൻ ഓരോ ദൗത്യങ്ങളുണ്ട്, അല്ലെ? ഓരോരുത്തർക്കും ചെയ്യാൻ ഓരോരോ കാര്യങ്ങളുണ്ട്. എല്ലാവരും ഒരുപോലെ ആവാൻ വേണ്ടിയിട്ടല്ലല്ലോ നമ്മളെ ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത്. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ മക്കളുണ്ടെങ്കിൽ അവരൊരു ഇൻഡിവിജ്വൽ ആണ് എന്നുള്ള ഒരു തോട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ഉള്ളിൽ വേണം എന്നുള്ളതാണ്. ആ ഇൻഡിവിജ്വലിനെ നന്നാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇൻഡിവിജ്വലിനെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ആസ് എ പാരന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ വാർത്തെടുക്കുന്നതിന്റെ ഇടയിൽ എന്തായി പോവരുത്, നമ്മളെ മറന്നു പോവരുത്. ആ ഒരു കാര്യമാണ് എന്ത് പറയാനുള്ളത് എന്നുള്ളതാണ്. കാരണം നമ്മൾ പലപ്പോഴും പല പാരന്റ്സിനെയും കണ്ടിട്ടുണ്ട് ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ട് പാരന്റിങ് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടേറിയ കാര്യാന്നൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇപ്പൊ ഈ ഇടെ ആയിട്ട് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത് ഞാൻ പറയുന്നത്. ജസ്റ്റ് ഞാനിങ്ങനെ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ വരികയാണ്. അപ്പൊ വരുന്ന സമയത്ത് അവിടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു ഓട്ടോറിക്ഷ എന്ത് ചെയ്തു, മുന്നിൽ വന്നു. അപ്പൊ ആ ഓട്ടോന്ന് ഇറങ്ങുകയാണ്. ഒരു ഉമ്മയും ഇറങ്ങി, ഒരു മോനും ഇറങ്ങി. അങ്ങനെ മോൻ എന്ത് ചെയ്തു, ഓട്ടോന്റെ നേരെ ബാക്ക് സൈഡിൽ പോയി നിന്നു. ഇപ്പൊ ഉള്ള ഇലക്ട്രിക് ഓട്ടോ ഇല്ലേ, ഇങ്ങനെ ശബ്ദമില്ലാത്ത, അത് പോകുന്നതൊന്നും തീരെ ശബ്ദമില്ല. അങ്ങനെ ഈ ഓട്ടോറിക്ഷ എന്ത് ചെയ്തു, കുറച്ച് ഫ്രണ്ടിലോട്ട് എടുത്തിട്ട് വീണ്ടും റിവേഴ്സ് പോവാണ്. റിവേഴ്സ് പോകുമ്പോൾ മോൻ അവിടെ ബാക്കിൽ നിൽക്കുന്നുണ്ട്. ഈ ഉമ്മ അത് കാണുന്നില്ല. അപ്പൊ ഞാനത് കണ്ടപ്പോ എന്ത് ചെയ്തു, മോനും ബാക്കിൽ നിന്ന് മാറിന്ന് പറഞ്ഞു. അങ്ങനെ ബാക്കിൽ നിന്ന് മാറുന്നു പറഞ്ഞപ്പോ മോനും ശ്രദ്ധിച്ചിട്ടില്ല എന്ത്, ഓട്ടോറിക്ഷ റിവേഴ്സ് എടുക്കുന്നത്. ഇതിനാണെങ്കിലോ ശബ്ദവും ഇല്ലല്ലോ, ഓട്ടോറിക്ഷയ്ക്കാണെങ്കിൽ ശബ്ദവും ഇല്ല, ശബ്ദം വളരെ കുറവാണ്, നമുക്ക് അറിയില്ല പോകുന്നതൊന്നും. അപ്പൊ ഈ ഉമ്മ നേരെ അവിടെ പറയേണ്ട ഒരു ആവശ്യവും ഇല്ലാത്തൊരു കാര്യം ഈ ഉമ്മ അങ്ങ് പറഞ്ഞു. ഞാൻ ജസ്റ്റ് എന്ത് പറഞ്ഞു, മോൻ അവിടെ നിന്ന് മാറുന്ന് പറഞ്ഞു ഞാന്. ഈ ഉമ്മ അപ്പൊ പറഞ്ഞത്, മോനങ്ങ് അല്ലെങ്കിൽ അവിടെ പോയി നിൽക്കും, എല്ലെങ്കിലും കുരുത്തം കെട്ട ഒരു സാധനമാണ് അത്, പറഞ്ഞ ഒരു വക അനുസരണമില്ല. ഈ ഒരു ചെറിയൊരു കാര്യത്തിന് ഒരുപാട് ലേബൽ അങ്ങ് എഴുതി ആ കുട്ടിയെ. ഞാൻ എന്നിട്ട് ഇങ്ങനെ നടന്നു വരുമ്പോ ഇങ്ങനെ ഇങ്ങനെ ചിന്തിച്ച് വരികയാണ്, ഒരു ഓട്ടോറിക്ഷയുടെ ബാക്കിൽ നിന്ന് ആ ഓട്ടോ ഒന്ന് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ആ കുട്ടി അവിടെ ഉണ്ടായിരുന്നു, ആ കുട്ടിയെ ശ്രദ്ധിച്ചിട്ടില്ല. അതിനെ ഒന്ന് മാറ്റി ആ ഒരു സിറ്റുവേഷനിൽ പറയേണ്ട ഒരു ആവശ്യമില്ലാത്ത ഒരു വാക്കുകളാണ് ആ പാരന്റിന്റെ എന്ത് ചെയ്ത് വായിന്ന് വന്നത് എന്നുള്ളതാ. എന്തിന്റെ ആവശ്യം ഉണ്ടായിട്ടായിരിക്കും, അല്ലെ? പലപ്പോഴും അങ്ങനെയാണ്. നമ്മൾ പറയേണ്ട കാര്യങ്ങളൊന്നല്ല നമ്മൾ പറയുന്നതും, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്നല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ സിറ്റുവേഷൻസ് അനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കൂല, ആ റെസ്പോണ്ട് ആയിരിക്കൂല നമ്മൾ കൊടുക്കുക, ആ റിയാക്ഷൻ ആയിരിക്കൂല നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കാം, അല്ലെ? അതുകൊണ്ടാണല്ലോ ഇപ്പൊ ജസ്റ്റ് ഒരു ക്ലാസ് വീണ് പൊട്ടിക്കഴിഞ്ഞാൽ പോലും ഇപ്പൊ ഒരുപാട് ഇപ്പത്തെ പാരന്റ്സിനൊക്കെ എന്നാലും കുറച്ചും കൂടെ എന്തുണ്ട്, കുറച്ചും കൂടി വൈഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. പക്ഷെ എങ്കിൽ കൂടി എന്തുണ്ട്, അതില്ലാത്തവരും ഉണ്ട് എന്നുള്ളതാ. ഒരു ക്ലാസ് വീണ് പൊട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഫോക്കസ് കൊടുക്കുക എന്തായിരിക്കും, അയ്യോ ക്ലാസ് പൊട്ടി. ആ ഒരു ചിന്തയായിരിക്കും പെട്ടെന്ന് നമ്മളെ സ്ട്രൈക്ക് ചെയ്യുക, ക്ലാസ് പൊട്ടി എന്നുള്ളത്. അവിടെ കുട്ടി ഉണ്ടായിരുന്നു, കുട്ടിയുടെ മേലെങ്ങാനും കൊണ്ട് അത് നെക്സ്റ്റ് പാർട്ടാണ് എന്ത്, കുട്ടിയുടെ കാലിൽ കൊള്ളോ എന്നുള്ള സാധനം വരിക. ഫസ്റ്റ് നമ്മുടെ ഫോക്കസ് എന്തായിരിക്കും, ക്ലാസ് പൊട്ടി എന്നുള്ളതായിരിക്കും. ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ക്ലാസ് പൊട്ടിച്ചതിന്റെ പേരില് കുട്ടിയെ അടിച്ച പാരന്റിനെ എനിക്കറിയാം. നിങ്ങൾക്കൊക്കെ അറിയോ എന്നുള്ളത് അറിയില്ല. ക്ലാസ് പൊട്ടിയതിന്റെ പേരിൽ കുട്ടിയെ അടിച്ച പാരന്റിനെ എനിക്കറിയാം. അതാണ് പലപ്പോഴും കുട്ടികൾക്ക് ആവശ്യമുള്ള രീതിയിലൊന്നല്ല നമ്മള് പാരന്റ്സിന്റെ റെസ്പോൺസ് എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്നറിയോ? ഈ ശരിക്കും അവരുടെ പ്രശ്നം എന്തല്ല, ക്ലാസ് പൊട്ടിയതൊന്നല്ല. എന്തുകൊണ്ടാ, നമ്മുടെ ഉള്ളിലുള്ള സ്ട്രെസ്, നമ്മുടെ ഉള്ളിലുള്ള ആങ്സൈറ്റി കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോ അങ്ങ് എന്ത് ചെയ്യാണ്, പുറന്തള്ളാണ്. അത് ഏറ്റവും കൂടുതൽ സേഫ് പ്ലേസ് എന്താ, നമുക്കുള്ള ഒരു സ്ട്രെസ്, അത് നമ്മൾ ദേഷ്യമായിട്ട് മറ്റൊരാളുടെ അടുത്ത് പ്രകടിപ്പിക്കുകയാണ്. ഹസ്ബൻഡിന്റെ അടുത്ത് പോയി പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഹസ്ബൻഡിന്റെ രണ്ടെണ്ണം ഇങ്ങോട്ട് കേൾക്കാം, അല്ലെ? ഇപ്പൊ ഹസ്ബൻഡ് ആണെങ്കിലും വൈഫിന്റെ അടുത്ത് പോയി പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വൈഫിന്റെ എന്ത് ചെയ്യാം, ചിലപ്പോ ഇങ്ങോട്ട് കേൾക്കാം. പക്ഷെ ഒന്നുമില്ലാത്ത, ഒരു പ്രശ്നവും ഇല്ലാത്ത ആൾക്കാർ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ മക്കളാണ്. നല്ല സേഫ് പ്ലേസ് ആണ്. എല്ലാ സ്ട്രെസ്സും എല്ലാ കാര്യങ്ങളും കൊണ്ടുപോയി തള്ളാനുള്ള
സേഫ് പ്ലേസ് ആണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത്. പലരുടെയും വിഷയം അത് തന്നെയാണ്. എന്ത്, അവർക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ ശരിക്കും ആ സിറ്റുവേഷനിൽ അവർ റെസ്പോണ്ട് ചെയ്യേണ്ട രീതിയിലായിരിക്കും അവർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. അത് ആ റെസ്പോൺസ് വരുന്നത് എവിടെ നിന്നാ, മുന്നേ കഴിഞ്ഞ എന്തോ ഒരു ഇഷ്യൂവിൽ നിന്നാവും. മേ ബി ഹസ്ബൻഡിനോടുള്ള വല്ല ദേഷ്യമായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂവിൽ നിന്നുള്ള സ്ട്രെസ് ആയിരിക്കാം അവിടെ ആ റിലീസ് ചെയ്യുന്നത്. അത് നേരെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും, കുട്ടികളുടെ അടുത്ത് തട്ടുന്നുള്ളതാണ്. അപ്പോ അതിലൂടെ നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്നത് എന്താണ്, എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഇല്ല. നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് അല്ലാതെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റും എന്ത് ചെയ്യുന്നില്ല, അങ്ങനെ കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പൊ നമ്മുടെ മക്കളെ പോസിറ്റീവ് ആക്കി വെക്കാൻ വേണ്ടി നമ്മള് ഒരുപാട് പാരന്റിങ് ടിപ്സോ അല്ലെങ്കിൽ പാരന്റിങ് സെഷൻസ് ഒന്നും കേൾക്കരുത് എന്നൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ കേൾക്കണം. പക്ഷെ അത് കേട്ടുകൊണ്ട് മാത്രം എന്തില്ല, കാര്യമില്ല എന്നുള്ളതാ. കേട്ട് ഇങ്ങനെ പോയിട്ട് നമ്മൾ എവിടെ എത്തൂല. നമുക്ക് ഒരു മാറ്റവും ഒരു ട്രാൻസ്ഫോർമേഷനും എന്ത് ചെയ്യാൻ പറ്റില്ല, ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള എല്ലാവരുടെയും പ്രശ്നം അതാണ്. എല്ലാ ആൾക്കാരും എന്ന് പറയുന്നത് ഒരുപാട് സെഷൻസ് ഒക്കെ കേൾക്കും, പക്ഷെ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് ചേഞ്ചിലോട്ടാ. മാറ്റം, ഈ മാറ്റവും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മാറ്റം, ചേഞ്ച്, ട്രാൻസ്ഫോർമേഷൻ. ഈ ചേഞ്ചും ട്രാൻസ്ഫോർമേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയോ? എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് ചേഞ്ചിലോട്ടാ. ചെറിയ ചെറിയ മാറ്റം, ചെറുതായിട്ട് തന്നെയാ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാറാൻ വേണ്ടി പറ്റുള്ളൂ. ഇന്ന് ഇപ്പൊ നമ്മൾ സെഷൻ കേട്ട് നാളെ മുതൽ ഞാൻ പുതിയ ഒരാളാണ്, ഞാൻ ഇനി ദേഷ്യം പിടിക്കൂല, സ്ട്രെസ് ആവൂല എന്നൊന്നും പറഞ്ഞാല് നമുക്ക് പറ്റത്തൊന്നുമില്ല. കാരണം നമ്മൾ മനുഷ്യരാണ്. നമുക്ക് എല്ലാ 1% മാത്രമാണ് നമുക്കല്ലേ ഓരോ ചെറിയ ചെറിയ സ്റ്റെപ്പ് എടുത്തിട്ടേ നമുക്ക് ഇമ്പ്രൂവ് ആവാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ചേഞ്ചിലോട്ട് ആവരുത്. ചേഞ്ചിലോട്ട് ഫോക്കസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, 2 ദിവസം നേരത്തെ നീച്ചു പിന്നെയും പഴയതുപോലെ ആയി. നമുക്ക് നേരത്തെ എഴുന്നേക്കണം, കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ട്, പക്ഷെ 2 ദിവസം നേരത്തെ നീച്ചു പിന്നെയും പഴയതുപോലെ ആയി. അതെന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ ചേഞ്ചിലോട്ട് ഫോക്കസ് ചെയ്യും. എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് മാറിയാൽ മതി എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് ഈ ചപ്പാത്തി മാവില്ലേ, വീട്ടിലൊക്കെ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അറിയായിരിക്കും, എല്ലാത്തവർക്കും അറിയായിരിക്കും. നമ്മൾ ഈ ചപ്പാത്തി മാവൊക്കെ നമുക്ക് കുഴച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് വീണ്ടും ഏത് ഷേപ്പിലും ആക്കിക്കൂടെ? വേണമെങ്കിൽ റൗണ്ടിൽ എന്ത് ചെയ്യാം, പരത്താം, അല്ലെങ്കിൽ ചതുരാക്കാം, ട്രയാങ്കിൾ ആക്കാം, എന്തും ആക്കാം അല്ലെ. നമുക്കത് ബോൾസ് ആക്കാം, ബോൾസ് ആക്കിയിട്ട് വീണ്ടും പരത്താം. അത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കളിക്കും. ഇതുപോലെയാണ് നമ്മുടെ ചേഞ്ച് എന്ന് പറയുന്നത്. വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ടും ആവാം, ഇങ്ങോട്ടും ആവാം. 2 ദിവസം നേരത്തെ നീച്ചാൽ വീണ്ടും പഴയതുപോലെ തന്നെ ആവാം. അതാണ് ചേഞ്ചിലോട്ട് ഫോക്കസ് ചെയ്താലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടത് നമ്മൾ മനസ്സിൽ ഇന്റൻഷൻ കൊടുക്കും. നമ്മളെ മനസ്സിലെ ഇന്റൻഷൻ ആണ് നമ്മുടെ എല്ലാ പ്രവർത്തികൾക്കുള്ള റിസൾട്ട് എന്ന് പറയുന്നത്, അല്ലെ? നമ്മുടെ മനസ്സിൽ നമ്മൾ എന്ത് നീയത്ത് എന്ന് പറയും, നീയത്ത് വെക്കുന്നോ അതായിരിക്കും എന്ത്, നമ്മുടെ എല്ലാ പ്രവർത്തികൾക്കുമുള്ള റിസൾട്ട്. ഇതിപ്പോ ഇത് വലിയ കാര്യമില്ല, അങ്ങനൊക്കെ ചെയ്താൽ മതി എന്നുള്ള ഒരു നിയത്തോട് കൂടിയാണ് നമ്മൾ ചെയ്യുന്നെങ്കിൽ അതിന് മാത്രമുള്ള റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ നല്ലൊരു നിയത്ത് വെച്ചിട്ട് എനിക്ക് ട്രാൻസ്ഫോം ആകണം, എന്റെ ഒരു ബെറ്റർ സെൽഫിലോട്ട് എനിക്ക് പോകണം എന്നുള്ളൊരു ഇന്റൻഷൻ വെച്ചിട്ട് നമ്മൾ അങ്ങ് ഇറങ്ങുവാണെങ്കിൽ ഉണ്ടല്ലോ, ഇപ്പൊ ഈ ചപ്പാത്തി മാവിനെ അങ്ങ് ചുട്ടെടുത്ത ഒരു ഫലം ഉണ്ടാവും. എന്നുവെച്ചാൽ ചുട്ടെടുത്ത് കഴിഞ്ഞാൽ അത് ചപ്പാത്തിയായി. അതിനെ മാവാക്കാൻ വേണ്ടി പറ്റുമോ? കുറച്ച് കഷ്ടപ്പെടണം അല്ലെ? വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് അധികം കഷ്ടപ്പെടേണ്ടി വരും. അപ്പൊ ആ രീതിയിലോട്ട് എന്ത് ചെയ്യണം, നമ്മൾ മാറണം എന്നുള്ളതാ. ജസ്റ്റ് ചപ്പാത്തി മാവ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്, ആർക്കെങ്കിലൊക്കെ റിലേറ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ചപ്പാത്തി മാവ് പോലെ ഒന്നും ആരും ആവാൻ നിൽക്കണ്ട. ഓക്കെ. അപ്പൊ ഈ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കണം എന്താവേണ്ടത്, നമ്മൾ എപ്പോഴും നമ്മുടെ മൈൻഡിൽ കൊടുക്കേണ്ട. അതിന് വേണ്ടിയിട്ടുള്ള ഇന്റൻഷൻ ആദ്യം എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം എന്നുള്ളത്. നമ്മൾ കാര്യങ്ങൾ വെറുതെ ചെയ്തോണ്ട് പോയിട്ട് കാര്യമില്ല. ഇന്റൻഷൻ ആണ് ഏറ്റവും പ്രധാനം എന്നുള്ളതാണ്, അല്ലെ? നമ്മള് പ്രവർത്തികളെക്കാളും ഇമ്പോർട്ടന്റ് ആ പ്രവൃത്തി ചെയ്യുന്നതിന്റെ റീസൺ ആണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു നിയ്യത്താണ്. അപ്പൊ അത് നമ്മൾ സെറ്റ് ചെയ്യണം. അത് നമ്മളെ മക്കളെ കേസിലാണെങ്കിലും അതെ. ഇന്ന് മുതൽ ഇപ്പൊ ഈ സെഷൻ കേൾക്കാൻ ഇത്രയും കുറെ പേരുണ്ട്. അതില് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ഒരു ഡിസ്ക്ലൈമർ പോലെ പറയാണ്, മേ ബി നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും ഞാനിപ്പോ ഇവിടെ പറയുന്നുണ്ടായ. ഒരു പുതിയതായിട്ടുള്ള ഒരു കാര്യങ്ങളും ചിലപ്പോൾ മേ ബി ഈ സെഷനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ അറിഞ്ഞിട്ടും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതെ വെച്ചിട്ടില്ലേ? ഇല്ലേ? പല തവണയായി കേട്ട് പലതവണയായി അറിഞ്ഞ ഒരുപാട് കാര്യങ്ങള് നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാതെ ഇപ്പോഴും വെച്ചിട്ടുണ്ട്, ഇല്ലേ? അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഭയങ്കര രസമാണ്. ഇപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, എനിക്ക് 2 മക്കളാണ്. ഒരാൾക്ക് 1 വയസ്സും ഒരാൾക്ക് 4 വയസ്സാണ് എന്റെ മക്കളെ പ്രായം എന്ന് പറയുന്നത്. എന്റെ ചുറ്റുപാട്, എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലായിക്കോട്ടെ, എന്റെ വീട്ടിലായിക്കോട്ടെ, എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു പാരന്റിങ് രീതി ആയിക്കോട്ടെ, ആ ഒരു മെത്തേഡിലേ അല്ല ഞാൻ എന്റെ മക്കൾക്ക് കൊടുക്കുന്ന ഒരു പാരന്റിങ് എന്ന് പറയുന്നത്. ഞങ്ങൾ തമ്മിലുള്ളത് അങ്ങനെയല്ല.
ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ മക്കളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരാന്ന് ചോദിച്ചാൽ നമ്മൾ ഉമ്മ ഉപ്പ എന്ന് പറയുന്നുള്ളത്. എന്റെ മോളെടുത്ത്, മോനിപ്പോ അതിനുള്ള പറയാനുള്ള ഒരു പ്രായമായിട്ടില്ല, എന്റെ മോൾക്ക് 4 വയസ്സ് 4.5 വയസ്സായി. അവളടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും പറയുന്നത് ഉമ്മയാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നാണ്. ഉപ്പയാന്ന് പറയാത്തത് എന്നുള്ളത് ഞാൻ പറയുന്നില്ല, ഉപ്പയാന്ന് അവള് പറയാറുണ്ട്. പക്ഷെ അവൾക്ക് ഒന്നും കൂടെ കണക്ഷൻ എന്റെ അടുത്താണ്. കാരണം അത് ഉപ്പയുടെ ഒരു പോരായ്മയായിട്ട് ഞാൻ പറയുന്നില്ല. ആൾക്ക് കിട്ടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ, അതിനേക്കാൾ കാര്യങ്ങൾ എന്ത് ചെയ്യുന്ന എനിക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാ. അതുകൊണ്ടാണ് അവളുടെ മനസ്സിൽ ആ ഒരു ഇമ്പാക്ട്. അപ്പൊ എന്നെയാണ് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാറുള്ളത്. ഇനി അവള് സ്കൂളിൽ പോകുന്നേ ഉള്ളൂ, പക്ഷെ എനിക്ക് ഉറപ്പ് പറയാൻ വേണ്ടി പറ്റും, അവള് എത്ര വലിയ ക്ലാസ്സിലെത്തിയാലും മേ ബി എന്നെ ആയിരിക്കും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാ. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, അതിനും എന്തില്ല, വാശി പിടിക്കുന്നില്ല, എന്നെ തന്നെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കി പറയണം. നോ, അതില്ല. ആ രീതിയിൽ ഇല്ല എന്നുള്ളതാ. അപ്പൊ എനിക്ക് പറയാൻ പറ്റും ഈ ഇത്തരത്തിലല്ല. ഞാനത് ഒരുപാട് പാരന്റിങ് സെഷൻ കേട്ടതുകൊണ്ടോ അല്ലെങ്കിൽ പാരന്റിങ് കോച്ച് ആയതുകൊണ്ടോ അതൊന്നല്ല അതിന്റെ റീസൺ എന്ന് പറയുന്നത്. എനിക്ക് കിട്ടിയ കാര്യങ്ങള് ഞാൻ അപ്ലൈ ചെയ്തു, അപ്പൊ റിസൾട്ട് വന്നു, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ കുറെ നമ്മുടെ ടൈമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവരൊക്കെ വീഡിയോ ഓഫ് ചെയ്തിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ കൂടിയും നിങ്ങളുടെ ഒരു മൈൻഡ്, ഒരു ഒരു തലം എന്തുണ്ട് ഈ സെഷനിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു ഞാൻ. നമ്മൾ വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നതിന്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് എല്ലാ സെഷനിലും ഇപ്പോ ഇങ്ങനെ പറയുന്നത് എല്ലാവരും വീഡിയോ മോഡിൽ വരൂ എന്ന് പറയാനുള്ള ഒരു റീസൺ എന്താണെന്നറിയോ? നമ്മൾ വീഡിയോ ഓൺ ചെയ്ത് സെഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്കത് ഫുള്ള് കിട്ടും. അത് ഫുള്ള് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ ബോധേഡ് അല്ലെങ്കിലും നമ്മൾ അത് കേൾക്കുന്നുണ്ട്, നമുക്കത് ഫുള്ള് കിട്ടുന്നില്ല. അതിന്റെ ഒരു റിസൾട്ട് ഒന്ന് വേറെ തന്നെ. പക്ഷെ നമ്മൾ വീഡിയോ ഓഫ് ചെയ്തിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റും പല കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും. മേ ബി മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ അവിടെ എന്തെങ്കിലും വേറെ കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരിക്കും, അതൊക്കെ നടക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അതിലോട്ടൊക്കെ നമ്മുടെ ശ്രദ്ധ എന്ത് ചെയ്യും, ഡൈവേർട്ട് ആയി ഇങ്ങനെ പോകുന്നുള്ളത്. അപ്പൊ വീഡിയോ ഓൺ ചെയ്ത് കേൾക്കുമ്പോൾ അതിന്റെ റിസൾട്ട് ഒന്ന് വേറെ തന്നെയാ. അപ്പൊ ഇത്തരത്തിൽ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തവര് നിങ്ങൾ എന്നെ ഒന്ന് ചിന്തിക്കുക, ഞാൻ ഈ 1 മണിക്കൂർ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ 1 മണിക്കൂറിൽ നിന്ന് എനിക്ക് എന്താ കിട്ടിയത്? കുറെ അറിയുന്ന കാര്യങ്ങൾ തന്നെ, അല്ലാതെ പുതിയതൊന്നും ഇപ്പൊ അവരൊന്നും പറഞ്ഞില്ലല്ലോ, എല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങളാണല്ലോ. പക്ഷെ ഈ അറിയുന്ന കാര്യങ്ങളിൽ എത്ര കാര്യങ്ങൾ ഞാൻ ചെയ്യാത്തതുണ്ട്, ഞാൻ അപ്ലൈ ചെയ്യാത്തതുണ്ട് എന്നും കൂടെ എന്ത് ചെയ്യാ, നിങ്ങളൊന്ന് നിങ്ങളോട് തന്നെ ചോദിക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, അത് അപ്ലൈ ചെയ്ത് തുടങ്ങുക എന്നുള്ളതാ എനിക്ക് വീണ്ടും പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മൾക്ക് എന്താണോ, നമുക്ക് ഒരു അറിവ് കിട്ടണമെങ്കിൽ പോലും അതിനൊരു കാരണം ഉണ്ട് എന്നുള്ളതാ. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ, അല്ലെ? എല്ലാ കാര്യങ്ങൾക്കും ഒരു റീസൺ ഉണ്ട്. നമ്മളൊരു സ്ഥലത്തോട്ട് പോകുന്നുണ്ടെങ്കിൽ ചില സമയത്തൊക്കെ നമ്മൾ പറയാറില്ല, ഒന്ന് ലേറ്റ് ആയത് നന്നായി, ലേറ്റ് ആയത് നല്ലതിന് വേണ്ടി ആയിരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മളൊരു സെഷനിൽ, ഇപ്പൊ ഈ സെഷനിൽ അറ്റൻഡ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു റീസൺ ഉണ്ടാവും. റബ്ബ് അതിനൊരു റീസൺ കണ്ടിട്ടുണ്ടാവും. ഇതിൽ നിന്ന് എന്തോ കാര്യങ്ങൾ നിങ്ങളെ ജീവിതത്തിലോട്ട് പകർത്താൻ വേണ്ടിയിട്ടുണ്ടായിരിക്കും. അതിനായിരിക്കും മേ ബി എന്ത് ഈ സെഷനിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവുക. ഈ സെഷനിൽ അറ്റൻഡ് ചെയ്യാത്ത എത്രയോ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ കഴിഞ്ഞ വീക്കുകളിലൊക്കെ ഒരുപാട് സെഷൻസ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അതിലൊക്കെ ഇങ്ങനെ ചിന്തിച്ചു നോക്കിയേ, ഓരോ സെഷനിൽ നിന്നും നമുക്ക് പലതും കിട്ടാനുണ്ട്. പക്ഷെ അത് കേട്ടുപോയോണ്ട് മാത്രം എന്താവണമെന്നില്ല, നമുക്ക് ഒരു ചേഞ്ചും ഒരു ട്രാൻസ്ഫോർമേഷനും നമുക്ക് വരൂല എന്നുള്ളതാണ്. നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ലൈഫിൽ ഇങ്ങനെ മുന്നോട്ട് പോവാന്നുള്ളതാണ്. അപ്പോ നമ്മുടെ സെൽഫ് അതിനെപ്പോഴും എന്ത് ചെയ്യുക, പ്രയോറിറ്റൈസ് ചെയ്ത് വെക്കുക. എനിക്ക് പറയാനുള്ളത്, പാരന്റ്സ് എന്ന് പറയുമ്പോൾ അത് പലപ്പോഴും അച്ഛൻ അമ്മ എന്നുള്ള ഒരു വേർതിരിവ്, അല്ലെ? എപ്പോഴും പറയും നമ്മള് ഫാദർ മദർ എന്നുള്ളത്. പാരന്റ്സ് എന്ന് പറയുമ്പോൾ ഒരു ടീം വർക്കാണ്, അല്ലെ? ഇപ്പൊ നമ്മുടെ യുണീക്നെസ് ടോക്ക് അവിടെ ഒരു ടീം ഉണ്ട്. ആ ടീം നല്ല രീതിയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ വിജയം എന്ന് പറയുന്നത്, അല്ലെ? അവിടെ ഒരാൾ മാത്രം പണിയെടുത്ത് ഒരാൾ തീരെ പണിയെടുക്കാതിരുന്നു കഴിഞ്ഞാല് അവിടെ എന്തില്ല, അവിടെ ഒരു സക്സസ് ഇല്ല എന്നുള്ളതാ. അതുപോലെ തന്നെയാണ് നമ്മുടെ പാരന്റിങ് എന്ന് പറയുന്നതും ആസ് എ ടീം വർക്ക് ആണത്. നിങ്ങൾ ചിന്തിക്കുക, ഇപ്പോ ഫാദേഴ്സ് ആണെങ്കിൽ ഫാദേഴ്സ് ചിന്തിക്കാം, മദേഴ്സ് ആണെങ്കിൽ മദേഴ്സ് ചിന്തിക്കാം. ഞാൻ എന്റെ പാർട്ട്ണറുമായിട്ട് എന്റെ പാരന്റിങ്ങിൽ എത്രത്തോളം ടീം വർക്ക് ഞങ്ങൾ തമ്മിൽ ഉണ്ട് എന്നുള്ളതൊന്ന് ചിന്തിക്കാം. ഫാദേഴ്സ് ആണെങ്കിൽ ഓക്കെ, എന്റെ വൈഫിനെ പാരന്റിങ് റിലേറ്റഡ് ആയിട്ട് ഞങ്ങൾ എത്ര ബോണ്ട് ഉണ്ട് എന്നുള്ളത്. നമ്മളല്ലാതെ പല ബോണ്ടുകളും ഉണ്ടായിരിക്കും, അല്ലെ? നമ്മൾ വൈഫ് ആൻഡ് ഹസ്ബൻഡ് റിലേഷൻഷിപ്പ് അത്രയും ബോണ്ടൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ആ ഒരു ബോണ്ടിങ് മാത്രമല്ല, ആസ് എ പാരന്റ്, അത് വീണ്ടും വീണ്ടും പറയുന്നത്, ആസ് എ പാരന്റ് നമ്മൾ എത്രമാത്രം ബോണ്ടിങ്ങിലാണ് എന്നുള്ളതിന്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടതുണ്ട്. പാരന്റിങ് എന്ന് പറയുന്നത് ഒരു ടീം വർക്ക് ആണ്. ഏകദേശം ടൈം ആവാറായി തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം, വീണ്ടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സെൽഫിനെ എന്ത് ചെയ്യുക, സമാധാനമായിട്ട് വെക്കുക. സമാധാനമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും കൊടുക്കാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് സമാധാനമാണ്. അതിനുള്ളൊരു
എക്കോ സിസ്റ്റം എന്ത് ചെയ്യുക, നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു സറൗണ്ടിങ്സ്. മക്കൾക്കുള്ള ഒരു എക്കോ സിസ്റ്റം എന്ന് പറയുന്നത് ഫസ്റ്റ് തുടങ്ങുന്നത് എവിടുന്നാ? അവരുടെ സ്കൂളിൽ നിന്നാണോ? അല്ല, അവരെ വീട്ടിൽ നിന്നാണ് അല്ലെ. നമ്മൾ പറയാറുണ്ട് വീടാണ് ഏറ്റവും ഫസ്റ്റത്തെ വിദ്യാലയം എന്ന് പറയാറുണ്ട് അല്ലെ. ആ വീട്ടിൽ നിന്നാവട്ടെ അവര് സമാധാനം പഠിക്കുന്നതും, എങ്ങനെയാണ് കരുണ എന്ന് പഠിക്കുന്നതും, എങ്ങനെയാണ് ഒരാളായിട്ട് സംസാരിക്കേണ്ടത് എന്ന് പഠിക്കുന്നതും, എങ്ങനെയാണ് അവര് ഇമോഷൻസ് ഉണ്ടാന്ന് പഠിക്കേണ്ടതും ഒക്കെ അവിടെ നിന്നാവട്ടെ. നമ്മൾ പലപ്പോഴും കുട്ടികളോട് പറയുന്ന ഒരു കാര്യമാണ് കരയുന്ന സമയത്ത് കരയില്ലേ 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 എന്നുള്ളത്. ഈ കരയില്ലേ 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 എന്ന് പറയുന്ന ഒരു പാരന്റിനോട് സങ്കടം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും അവർ വന്ന് ഷെയർ ചെയ്യോ? ഇല്ല. ഈ എന്റെ പാരന്റ് അടുത്ത് സങ്കടം ഷെയർ ചെയ്താ സങ്കടപ്പെടല്ലേ പെടല്ലേ എന്ന് എന്റെ പാരന്റ് പറയുള്ളൂ. സോ ഞാൻ എന്തിനു ഷെയർ ചെയ്യണം? ആ ഒരു തോട്ടാണ്, ആ ഒരു മെസ്സേജ് ആണ് അവിടെ കിട്ടുന്നത്. അപ്പൊ നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ കുട്ടികൾക്ക് വേണ്ട പോലെ ഒന്നല്ല ചെയ്തു കൊടുക്കുന്നത് എന്നുള്ള ഒരു ഇതില് നമ്മൾ നിൽക്കുക. നമുക്കതിന് പറ്റും എന്നുള്ള ഒരു ബോധത്തിലും നമ്മൾ നിൽക്കുക. നമ്മൾ മതി, നമ്മൾ ഇനഫാണ്, മീൻസ് നമ്മൾ സൂപ്പറാണ് എന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ നിൽക്കുക. നമ്മൾ സൂപ്പറാണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ തന്നെ അവരുടെ അടുത്ത് നമ്മൾ പറയൊന്നും വേണ്ട, ഞാൻ സൂപ്പറാണ് ഇടാ എന്ന് നമ്മൾ നമ്മുടെ മക്കളടുത്ത് പറയൊന്നും വേണ്ട. നമ്മളുടെ മനസ്സിൽ തന്നെ ആ വിചാരം വന്നാല് ആ സൂപ്പർ ആയിട്ടുള്ള മദറിനെ, ആ സൂപ്പർ ആയിട്ടുള്ള ഫാദറിനെ എന്ത് ചെയ്യാൻ പറ്റുന്ന അറിയോ? നമ്മുടെ മക്കൾക്ക് കാണാൻ പറ്റും, അറിയാൻ പറ്റും എന്നുള്ളതാ. ജസ്റ്റ് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഒരു ലൈഫ്, ഒരു ഡേ തുടങ്ങുന്നത് ജസ്റ്റ് ആദ്യമൊക്കെ നമുക്ക് എന്ത് ചെയ്യും, കുറച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ടൊക്കെ ഒന്ന് ചെയ്ത് നോക്കേണ്ടി വരും. ചെറിയൊരു ടിപ്പാണ്, പറ്റുന്നവർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്ത് നോക്കാം. രാവിലെ നമ്മൾ എഴുന്നേറ്റ പാട് ജസ്റ്റ് കണ്ണാടി നോക്കിയിട്ട് നമ്മുടെ നല്ല കാര്യങ്ങൾ, നമ്മളിൽ നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതൊന്ന് കണ്ണാടി നോക്കിയിട്ട് എന്ത് ചെയ്യും, ഒന്ന് പറയാം. ഞാൻ എന്നോട് പറയുന്ന വിചാരിക്കേണ്ട, ആ കണ്ണാടിന്റെ മുന്നിൽ നിൽക്കുന്നത് വേറൊരാളാണ് എന്ന് വിചാരിച്ചിട്ട് കുറച്ച് 2-3 നല്ല വാക്ക് നമ്മളടുത്ത് തന്നെ പറയാം. ആ കുറച്ച് ദിവസം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. നമ്മുടെ മക്കൾക്കും ഉണ്ടാവും നമ്മുടെ ആ ഒരു എനർജി കാര്യങ്ങളൊക്കെ നമ്മുടെ മക്കൾക്കും നമുക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് കുറച്ച് സമയം കൊണ്ട് പറയാനുള്ളത് എന്നുള്ളതാണ്. അല്ലാതെ ഒരു പാരന്റിങ് 1 മണിക്കൂർ കൊണ്ട് നമുക്ക് പാരന്റിങ്ങിന്റെ ലോകം ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഷെയർ ചെയ്യാനോ ഒന്നും ആക്കാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും ഒരു ചെറിയ പോയിന്റ് ആണ്, പുതിയതായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരുന്നു. പക്ഷെ ചെറുതാണെങ്കിൽ പോലും നിങ്ങൾ ജസ്റ്റ് ഒരു അവയർനെസ് എടുത്ത്, ജസ്റ്റ് ഒരു ആക്ഷൻ എടുത്ത് എന്ത് ചെയ്യുക, അതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. താങ്ക് യു സോ മച്ച്. എന്ത് ചെയ്യാ, സഹീർ സാറിനും സത്യൻ സാറിനും ഒരു പ്രത്യേക താങ്ക്സ് വീഡിയോ മോഡിൽ ഇടയ്ക്കൊക്കെ വന്നതിന്. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും കേട്ടിരുന്നതിന്. താങ്ക് യു റഷീദ മാം. ഗൈസ്, ഞാൻ ബാക്ക് ടു ട്രാക്ക് എത്തിയിട്ടുണ്ട്. വീട്ടിലേക്ക് എത്തി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിരുന്നുണ്ട്. സെഷൻ എനിക്ക് ഫുള്ളി കേൾക്കാൻ പറ്റിയില്ല, പകുതി യാത്രയിലായിരുന്നു. പിന്നെ ഒരു 9:15, സോറി 9:10 ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ല ഫ്ലോ ഉണ്ടായിരുന്നു കേട്ട സമയത്തൊക്കെ. ലാസ്റ്റത്തെ പോർഷൻസ് കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ കണ്ട ആ ഒരു എനർജി മാഷാഅല്ലാ എൻഡിങ്ങിലേക്കും ഉണ്ടായിരുന്നു. അത് നമുക്കൊരു അനലൈസ് എടുക്കാമല്ലോ. ആ ഒരു എനർജി ത്രൂ ഔട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മളെ കയ്യിലുള്ള നോളജ് അത്രയും പവർഫുൾ ആയി ഫ്രം ദ ഹാർട്ട് ഡെലിവർ ചെയ്യാൻ പറ്റണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സ്റ്റാർട്ടിങ്ങിൽ റഷീദ മാം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, നമ്മളെ ഗൈഡ് എപ്പോഴും പറയുന്നത്, നമ്മളൊരു സെഷൻ അല്ലെങ്കിൽ നമ്മളൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ ഇരിക്കുന്ന ആർക്കോ ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. നമ്മൾ പറയുന്ന കാര്യങ്ങൾ മേ ബി നമ്മൾ പ്രിപ്പയർ ചെയ്തതോ അല്ലെങ്കിൽ നമ്മൾ ഇന്റൻഷനലി ചെയ്യുന്ന ഒന്നുമല്ല, പക്ഷെ ഇവിടെയുള്ള ഒരാൾക്ക് ഇപ്പം അത് കേൾക്കൽ അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് റഷീദ മാമിന്റെ വായിലൂടെ ഒരു കൈൻഡ് ഓഫ് പറയുകയാണെങ്കിൽ ഒരു ദൈവം പറയിപ്പിച്ചെന്നോ അല്ലെങ്കിൽ പടച്ചവൻ അതിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് പറയുക. നമ്മളെല്ലാം എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ ബ്ലെസ്ഡ് റീസൺ. നമ്മളൊക്കെ പല കാരണങ്ങളായിട്ട് ഓടുന്നുണ്ട്. അപ്പോൾ ആ ഒരു എന്താ പറയുക, കണക്ട് ചെയ്യുന്നൊരു പോയിന്റ് എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ ഒരു കണക്റ്റിംഗ് പോയിന്റ് ആയിട്ട് ലൈഫിൽ മാറിയിട്ട് അറിയുന്ന കാര്യങ്ങളാണ്, കേൾക്കുന്ന കാര്യങ്ങളാണ്. ഇന്ന് റീൽസിലും എല്ലായിടത്തും പണ്ടുള്ളതിനേക്കാൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പാരന്റിങ് ഒന്നും കൂടെ ഗ്ലോറിഫൈ, അതായത് അഡ്രസ്സ് ചെയ്യേണ്ടപ്പെടുന്ന വിഷയമാണ്. പാരന്റിങ്ങിൽ കുറച്ചുകൂടെ ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അത് നമ്മളെ മക്കളെ എവിടേക്കെയോ ഷേപ്പ് ചെയ്യുന്നുണ്ട് എന്ന് റിയലൈസ് ചെയ്യുന്നൊരു സമയമാണല്ലോ അത്. അപ്പം അതിൻ്റെ ഒരു എന്താ പറയുക പാർട്ടായിട്ടാണ് ഇങ്ങനെയുള്ള സെഷൻസിലും കാര്യങ്ങളിലൊക്കെ ആഡ് ചെയ്യുന്നത്. നേരത്തെ രക്ഷിതാമ്മ പറഞ്ഞ പോലെ ഒരാളും സെഷൻ കേട്ടതിൻ്റെ പേരിലോ പാരന്റിങ് കോച്ച് ആയതിൻ്റെ പേരിലോ പാരന്റിങ് സെഷൻ പേരിലോ മാറിയിട്ടില്ല. നമ്മളെന്ന വ്യക്തി എപ്പോഴാണ് ആക്ഷൻ എടുക്കുന്നത്, നാളെ എൻ്റെ കുട്ടീനെ നേരെ കൈ ഓങ്ങുന്ന സമയത്ത് മിസ്ന ഇത് കുട്ടീൻ്റെ ഭാവിയിലേക്കുള്ള ഒരു ഏത് തരത്തിലേക്കുള്ള മുറിവാണ്, അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്നത് എന്താണ് എന്ന് എനിക്ക് തിരിച്ചറിവ് വരുന്നിടത്താണ് ഈ ഒരു നമ്മൾ സെഷൻ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്ത തന്നെ സമയം എന്തൊക്കെ കാട്ടിയാലും നമുക്ക് തിരിച്ചു കിട്ടാത്തൊരു ഒരു സോറി അപ്പോഴാണ് ഈ ഒരു സെഷന്റെ ഇമ്പോർട്ടൻസ് നമുക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ സമയം ഇൻവെസ്റ്റ് ചെയ്തു, നമ്മളെ നെറ്റ് പോയി, നമ്മളെ GB പോയി, എല്ലാം പോയി. പക്ഷേ
ഒരു പോയിന്റ് ഇപ്പൊ ലാസ്റ്റ് ആളി പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്. നിങ്ങൾ നാളെ തൊട്ട് നിങ്ങളെന്ന ഉമ്മ എവിടേക്കോ തടയപ്പെട്ടിട്ടില്ല, എവിടേക്കോ സ്വപ്നം കാണാൻ മറന്നിട്ടില്ല, അല്ലെങ്കിൽ കുറെ കൂടെ കുട്ടികളെടുത്ത് എന്തൊക്കെയോ കാരണത്തെ പെരുമാറിയിട്ടുള്ള ഉമ്മ നാളെ തൊട്ട് നിങ്ങളൊന്ന് നിങ്ങളെ കണ്ണാടി നോക്കിയിട്ട് ഞാൻ അടിപൊളിയാണ്, ഞാൻ സൂപ്പറാണ്, ഞാൻ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നതാണല്ലോ പറഞ്ഞു നോക്കിയാ അത് നിങ്ങളുടെ ലൈഫിലേക്കുള്ള ഒരു മാറ്റമായിരിക്കും. ആ ഒരു കാര്യം നിങ്ങൾ എടുക്കുക. അങ്ങനെ കഴിയുന്നത് എടുക്കുക എന്നുള്ളതാണ്. ഈ പറയുന്ന ഞാനും ഇത് എനിക്കുള്ള റിമൈൻഡറാണ്. നമ്മളാരും പെർഫെക്റ്റ് അല്ല. കാര്യങ്ങൾ എന്താ പറയുക കൺസിഡറിലേക്ക് ഓർക്കുന്ന സമയത്താണ് നമ്മളും ഇതിലൊക്കെ അട്രാക്റ്റഡ് ആയി ലൈഫിലൊക്കെ ചേഞ്ചസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്തായാലും ഞാൻ കൂടുതൽ പറയുന്നില്ല. ഓരോരുത്തർക്കും ഓരോ ടേക്ക് അവേസ് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആരായിരുന്നു നമ്മളെ ഫീഡ്ബാക്ക് പറയാൻ വേണ്ടി വരുന്നുണ്ടായിരുന്നെ? ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ അൺമ്യൂട്ട് ചെയ്യും കേട്ടോ. ആരായിരുന്നു? നമ്മുടെ കുറെ പുതിയ പേരുകളും പറയും. ഷഹീർ സർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. നമ്മളെ സ്ഥിരം പാർട്ടിസിപ്പന്റ് ആണ്. ആള് സൗദിയിൽ നിന്നായിട്ട് ജോയിൻ ആയിട്ടുള്ള വർക്കിന്റെ ഒക്കെ ഇടയിൽ ടോക്ക് സ്ഥിരം കയറുന്ന ഒരാളാണ്. താങ്ക് യു ഷേർക്ക. ഷേർക്ക പറഞ്ഞോളൂ. ഹലോ, ഗുഡ് ഈവനിങ്. ആ കേൾക്കാമോ? ഓഡിയബിൾ ആണ്, കേൾക്കാം. ഓക്കെ. യെസ്, നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഒരു മണിക്കൂർ പോയത് അറിഞ്ഞിട്ടില്ല. ഒരു മണിക്കൂർ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി. അതുകൊണ്ട് ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് കൂടി വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോ മാഡത്തിന് പറ്റുകയാണെങ്കിൽ കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള ക്ലാസ് കൂടി തരിക. ഞാൻ രണ്ട് മക്കളുടെ ഉപ്പയാണ്. അപ്പോ എനിക്ക് ലൈഫിൽ ഒരുപാട് ട്രോമയിലൂടെ കടന്നു വന്നിട്ടുണ്ട്. ആ ട്രോമയിലൂടെ എൻ്റെ മക്കൾ കടന്നു പോരുന്നത് എൻ്റെ ഒരു ആഗ്രഹമാണ്. അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ്, അതാണല്ലോ നമ്മളിപ്പം സ്കൂളിൽ പോയാലും പുറത്തുനിന്നായാലും അതാണ് കുട്ടികൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട കാര്യം. അത് നമ്മൾ പാരന്റ് വേണം കൂടുതൽ ശ്രദ്ധിക്കാൻ. ടീച്ചറെക്കാളും മറ്റാരെക്കാളും കൂടുതൽ ശ്രദ്ധിക്കാണ് കുട്ടികൾ കൂടുതൽ ഉണ്ടാവുക വീട്ടിലാണല്ലോ. വീട്ടിലും പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ സ്കൂളും. അപ്പം ഇപ്പം ഏതൊരു കാര്യത്തിലും കുട്ടികൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പഠിക്കണം. ഈ മാഡം പറഞ്ഞ ഉദാഹരണം പോലെ തന്നെ ഒരു ക്ലാസ് പൊട്ടിയതിനൊക്കെ നമ്മൾ കുട്ടികളെ ചീത്തയൊക്കെ പറയുന്നതൊക്കെ വളരെ 7 രൂപന്റെ ഒരു 10 രൂപന്റെ ഒരു ക്ലാസിന്റെ കാര്യത്തിന് കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന ഒരു മുറിവ് വലിയ എഫക്ട് ചെയ്യും. അപ്പൊ ആ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞത് എനിക്ക് ഓർമ്മ വന്ന് നമ്മളെ മറ്റേ വയലോപ്പള്ളിന്റെ ഒരു കവിതയൊക്കെ ഉണ്ടല്ലോ, മാമ്പ എന്നൊക്കെ പറയുന്നത്. നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലൊക്കെ നമ്മൾ അങ്ങനെ വേദനിപ്പിക്കുകയും ട്രോമകളും കാര്യങ്ങളും കൊടുക്കുമ്പോൾ പിന്നീട് നമ്മൾ അതിന് ഖേദിക്കേണ്ട ഇതൊക്കെ വരും. അപ്പൊ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇത്ര തന്നെ പറയാനുള്ളൂ, കൂടുതൽ പറയാനുള്ള. താങ്ക് യു. താങ്ക് യു ഷഹീർ സർ, താങ്ക് യു. ഇനി അടുത്ത യൂണിറ്റ് ടോക്കിൽ വരാം. താങ്ക് യു. നെക്സ്റ്റ് ആരായിരുന്നു ഫീഡ്ബാക്ക് പറയാൻ വരുന്നുണ്ടായിരുന്നു? സത്യൻ സർ പറഞ്ഞോളൂ. മാഡം കേൾക്കാവോ? ഓഡിയബിൾ ആണോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ. കേൾക്കാം കേൾക്കാം. ഓക്കെ. ഏതായാലും ക്ലാസ്സിന് നല്ല ഒരു ഒഴുക്കുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും അറിയുന്നത് തന്നെയാണ്, പക്ഷെ ആ അറിയുന്നതിനെ കുറച്ചുകൂടി കൂട്ടി ഉറപ്പിച്ചിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു എന്നാണ് എൻ്റെ. പിന്നെ പാരന്റിന്റെ എൻ്റെ ഒരു ബുക്ക് ഉണ്ട്, നല്ല കുട്ടികൾ നല്ല മാതാപിതാക്കൾ, ഡോക്ടർ ആരതി സെന്നിന്റെ. ഇത് ഞാൻ കുറച്ചു മുമ്പേ വായിച്ചതാണ്. അപ്പം അതിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ എനിക്കൊരു മകളാണുള്ളത്. മകളുടെ അമ്മ 3.5 വയസ്സിൽ മരിച്ചത്. ആ കുട്ടിക്ക് 3.5 വയസ്സുള്ളപ്പോഴും മരിച്ചു പോയതാണ്. മലപ്പുറത്ത് ടീച്ചറായിരുന്നു. മലപ്പുറം അല്ല, ശരിക്കും എടരിക്കോടിന്റെ കടുങ്ങാത്തുകൊണ്ടെന്ന് പറയും. MSM ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറായിരുന്നു. അപ്പൊ അവൾക്ക് 3.5 വയസ്സുള്ളപ്പോൾ മരിച്ചത്. ഇപ്പൊ അവള് B.Ed ചെയ്യുന്നതാണ് മാഹിന്ന്. അപ്പം ഞാൻ എന്റെ മകളെ അങ്ങനെയൊന്നും ചീത്ത പറയാറില്ല. എന്റെ സ്റ്റുഡൻസിനെ ഞാൻ പറയാറില്ല. വികൃതി കളിക്കുമ്പോൾ കുറച്ച് പറയുമെന്നല്ലാതെ കണ്ട് അങ്ങനെ അടിക്കാറോ ആ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരാൾ അടിച്ചിട്ട് അല്ലെങ്കിൽ ഭയമുള്ള അന്തരീക്ഷത്തിൽ പഠനം നടക്കില്ല എന്നുള്ള ഒരു സൈക്കോളജിക്കൽ ആറ്റിറ്റ്യൂഡോട് കൂടി തന്നെയായിരുന്നു കാര്യങ്ങളൊക്കെ നടത്തിയത്. പിന്നെ സാർ ഇപ്പൊ പറയുമ്പോൾ നമ്മളെ ഇതിലുണ്ടല്ലോ ഒരു തിലകൻ, അച്ഛനായിട്ടുള്ള ഒരു തിലകന്റെ സ്ഫടികത്തിലെ മോഹൻലാലിനെ പോലെ വിത്തൗട്ട് മാത്തമാറ്റിക്സ് വേൾഡ് ഈസ് അൺറിയൽ എന്നെല്ലാം പറയുന്നുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. അപ്പൊ അവിടെ എവിടെയും നമുക്കൊരു എന്താണ് ഒരു താളത്തിൽ പോയി കഴിഞ്ഞാല് കാര്യങ്ങളൊന്നും ഇല്ല, പ്രശ്നങ്ങളില്ലാതെ കൊണ്ടുപോകാൻ കഴിയും. ഒരു ഹാർമോണിക് സിറ്റുവേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഏതായാലും മാഡം പറഞ്ഞതിൽ ഒരുപാട് അറിവുകൾ കിട്ടിയിട്ടുണ്ട്. കുറച്ചും കൂടി ഊട്ടിയുറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. താങ്ക് യു. താങ്ക് യു സത്യൻ സർ. സത്യൻ സർ നമ്മളെ സ്ഥിരം യൂണിറ്റ് ടോക്കിലെ മെമ്പറാണ്. ഒരു മാത്സ് ടീച്ചറും കൂടെ ആണ് കേട്ടോ. ആളെ സ്ഥിരമായിട്ട് കേൾക്കുന്നുണ്ട്. നമ്മളെ കൂടെ എൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു ഏകദേശം 2 വർഷത്തിലധികമായി ഓരോ പ്രോഗ്രാംസും എന്നങ്ങനെ സ്ഥിരമായിട്ട് നമ്മളെ കൂടെ ഉള്ളവരല്ലോ. താങ്ക് യു. നെക്സ്റ്റ് ആരായിരുന്നു? ഹസീന മാം, ശ്രീവർഷ മാം, സൗജ മാം, സാംസങ് ആരായിരുന്നു? ഹസീന മാം. ഞാനും ഈ പറഞ്ഞതുപോലെ പുറത്തായിരുന്നു, പക്ഷെ
വണ്ടി കയറിയതിന് ശേഷം കേട്ട് തുടങ്ങിയിട്ട് തീരുന്നത് വരെ ഒരേ ശ്വാസത്തിൽ അങ്ങനെ പറഞ്ഞു പോയി. നല്ല സുഖമുള്ള ക്ലാസ് ആയിരുന്നു. ഇത്രയും സൗണ്ട് ക്ലാസ് എടുക്കുമ്പോൾ എനിക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ എനിക്കിപ്പോ കുഞ്ഞു മക്കളൊന്നും അല്ല, മിസ്സിനൊക്കെ അറിയാമല്ലോ. പക്ഷെ എങ്കിലും ചെറിയ കുട്ടികളുള്ള എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ക്ലാസ് തന്നെയാണ്. ഈ പറഞ്ഞതുപോലെ ഒരു സെക്ഷനും കൂടി വെച്ച് കഴിഞ്ഞാലും കൊള്ളായിരിക്കും. ഇപ്പം ആവശ്യപ്പെട്ടല്ലോ അദ്ദേഹം. കാര്യം എല്ലാവർക്കും ഉപകാരമുള്ളതായിരിക്കും. അറിയാമെങ്കിലും പലരും ചെയ്യാറില്ലാത്തത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഒരു പ്രാവശ്യവും കൂടി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഉപകാരപ്പെടും തോന്നി. പക്ഷെ നല്ല ക്ലാസ്, നല്ല സൂപ്പർ ആയിരുന്നു. കൊള്ളാം. താങ്ക് യു അസീന. താങ്ക് യു അസീന മാം. അത് നമ്മളൊരു കോച്ചാണ് കേട്ടോ. നമ്മളൊരു യൂണിക് എക്സ് ട്രെയിനിങ് പ്രോഗ്രാം ഒക്കെ അറ്റൻഡ് ചെയ്ത്. നെക്സ്റ്റ് സാംസങ് ഉള്ളവരെ അൺമ്യൂട്ട് ചെയ്തോളൂ. അൺമ്യൂട്ട് ചെയ്തോളൂ. സാംസങ് എസ് എം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വലൈക്കും അസ്സലാം. ഞാനിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഒന്ന് രണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ വളരെ കോൺഫിഡന്റ് ആയിട്ട് കയറിയതാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ ഒറ്റ ഒരു ഫ്ലോയില് വളരെ സ്വരുക്കൂട്ടിയിട്ട് നമ്മൾ അറിയുന്ന ഒരുപാട് കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മളെ ഒരുപാട് ഇങ്ങനെ ചിന്തിപ്പിക്കുന്നതും എന്താ പറയാ, നല്ലൊരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോഴാണ് പഠിച്ചോൻ അത്രയും അനുഗ്രഹത്തായിട്ടാണ് നമുക്ക് ആ ഒരു ക്ലാസ് തന്നത്. എനിക്ക് ആളെ പേഴ്സൺ കണ്ടിട്ടില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യണത്. മാഷാ അല്ലാ. എന്തായാലും പഠിച്ചോൻ കൂടുതൽ ബർക്കത്ത് ചെയ്യട്ടെ. ഇനിയും ഇതുപോലെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന്. ക്ലാസ് എടുത്ത ആൾക്ക് സ്പെഷ്യൽ മബ്രൂക്ക്. ഓക്കെ ഓക്കെ, താങ്ക്സ്. താങ്ക് യു മാം. താങ്ക് യു മാം. നിങ്ങളെ പേരെന്തായിരുന്നു? ജസ്റ്റ് ഇവിടെ സാംസങ് എന്നില്ല കേട്ടോ കണ്ടേ. ഓക്കെ, ഞാൻ എന്റെ പേര് വിളിച്ചില്ലല്ലോ വെച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. ഞാൻ സാംസങ്. ഓക്കെ, എന്റെ പേര് ജിംഷി. ഞാൻ ഓൾറെഡി യുണീക്ക് ഫസ്റ്റ് 6.0 പങ്കെടുത്തിരുന്നു. ജിംഷില. ഓക്കെ. യെസ്. അക്യുപഞ്ചറിസ്റ്റ് ആണ്. ഞാൻ ഓർക്കുന്ന ഫീഡ്ബാക്ക് ഇട്ട സമയത്ത് കണ്ടത് ഓർക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ മാഷാല്ലാ, ആ സെഷൻ വളരെ, ഞാൻ പറഞ്ഞ നമ്മള് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരിക്കുമ്പോ പടച്ചോൻ തരുന്ന ഒരു അനുഗ്രഹം പോലെ ആയിട്ടാ ഫീൽ ചെയ്ത്. ഭയങ്കര ഒരു ഇടങ്ങേറ് സമയത്ത് നമുക്ക് പടച്ചോൻ തരുന്ന ഒരു കുറെ കരുണവത്തായ വാക്കുകളുണ്ടല്ലോ, അതുപോലെ ഇരുന്ന ആളുടെ ഒരു പ്രസന്റേഷൻ. മാഷാല്ലാ, പടച്ചോൻ ബർക്കത്ത് ചെയ്യട്ടെ. ഓക്കെ, അസ്സലാമു അലൈക്കും. നെക്സ്റ്റ് ടൈം ഈ സൂമിൽ കയറുമ്പോൾ ജസ്റ്റ് ഒന്ന് റീനെയിം ചെയ്താൽ മതി കേട്ടോ. എനിക്കിവിടെ സാംസങ് എന്നാ കാണുന്നത്. ഓക്കെ ഫൈൻ. ഓക്കെ. നെക്സ്റ്റ് ആരായിരുന്നു ഫീഡ്ബാക്ക് അറിയാൻ വരുന്നത്? നമ്മളെ റിഫ മാം ഇവിടെ ഉണ്ട്. അതുപോലെ ഷിബിൻ CP സർ. ഹലോ. റിഫ പറഞ്ഞോളൂ. റഷീദ മാമിന്റെ ക്ലാസ് ഞാൻ പകുതി വെച്ചിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത്. ബാക്കി ഞാൻ റെക്കോർഡിങ് കേൾക്കാം. ഞാൻ കയറിയോടും തൊട്ട് നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. കുറെ കാര്യങ്ങൾ റിമൈൻഡ് ചെയ്തിട്ട്, കാരണം നമുക്കറിയുന്ന കാര്യങ്ങളാണ്, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കൂല. നമ്മൾ വീണ്ടും വീണ്ടും തല്ലും, വീണ്ടും വീണ്ടും ദേഷ്യപ്പെടും. പക്ഷെ ഈ ക്ലാസ് നമ്മൾ കുറെ ക്ലാസ് കേൾക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ ആക്ഷൻ എപ്പോ തൊട്ട് എടുക്കുന്നോ അവിടെ തൊട്ടിട്ടാണല്ലോ നമ്മളെ മാറ്റം കാര്യങ്ങളൊക്കെ. നല്ലൊരു റിമൈൻഡർ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ എനിക്കും 1.5 വയസ്സാവാനുള്ള മോളാണുള്ളത്. ഫസ്റ്റ് ഒക്കെ എനിക്ക് പാരന്റിങ് എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ ഒരു ഒഴുക്കിൽ പോണ പോലെ അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും അങ്ങനെ പോവും. നമ്മളെ കുറെയൊക്കെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആ ഒരു ഇതിലേക്ക് എത്തും എന്നുള്ളതാണ്. അപ്പോ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ബാക്കി ഞാൻ എന്തായാലും റെക്കോർഡിങ് കേൾക്കാം. താങ്ക് യു റിഫ. താങ്ക് യു. നമ്മളൊരു ടീം മെമ്പർ ആണ് കേട്ടോ. ആളിങ്ങനെ ആള് വീട്ടിൽ ഒറ്റക്കാണല്ലോ. അവർ ഹസ്ബൻഡും മക്കളെ ഹാൻഡിൽ ചെയ്യാൻ, അതാണ് ജസ്റ്റ് വീഡിയോ മോഡിൽ വരാൻ പറ്റേണ്ടായിരുന്നു. എന്നാലും റിഫ താങ്ക് യു. നെക്സ്റ്റ് ആരായിരുന്നു? ഷഹനാസ് ഐഫോൺ കാണുന്നുണ്ട്. മൊഹസിന കാണുന്നുണ്ട്. അതുപോലെ സാംസങ് S29 2B എന്തോ കാണുന്നുണ്ട്. മുംതാസ് മാം, ശ്രീവർഷ മാം. ആരെങ്കിലും ഉണ്ടായിരുന്നോ ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട്? എന്തെങ്കിലും ആഡ് ചെയ്യാനോ? നമ്മൾ യൂണിക് ടോക്കിൽ എപ്പോഴും പറയാറില്ല, ഇതൊരു പ്ലാറ്റ്ഫോമാണ്, പഠിക്കാൻ എപ്പോഴും ഓപ്പർച്യൂണിറ്റി തരുന്ന. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ കുറെ പുതിയ പേരുകൾ പറയുന്നതുകൊണ്ടാണ് കേട്ടോ, കാണുന്നതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് സംസാരിക്കാം. നമ്മൾ സംസാരിച്ചാണ് സംസാരിക്കാനുള്ള പേടി മാറ്റുക എന്ന് പറയുമല്ലോ,
ഇപ്പോഴെങ്കിലും നമ്മൾ ഫിയർ ബ്രേക്ക് ചെയ്യുക. നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യാനോ കാര്യങ്ങൾക്ക് ഒന്നുമല്ല ഇരിക്കുന്നത്. ഓരോരുത്തരും സംസാരിച്ചിട്ടാണ് പഠിക്കുന്നത്. അങ്ങനെയുള്ള പേടി കൊണ്ട് ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ട, ഇഫ് സംസാരിക്കാം നമ്മൾ. ലൈക്ക് ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്തെങ്കിലും സജഷൻ ആയിട്ടോ ഫീഡ്ബാക്ക് ആയിട്ടോ? ആരുമില്ല. ഷഹനാസ് മാം ഇവിടെ അൺമ്യൂട്ട് ചെയ്ത് കണ്ടില്ല. ആ മാം, അസ്സലാമു ആ അലൈക്കും. വലൈക്കും സ്ലാം. ഞാൻ ഫസ്റ്റ് ടൈം കേട്ടതാണ് മാം. ഞാൻ ലാസ്റ്റായി. ഞാനൊരു മാഡമിന്റെ കോണ്ടാക്റ്റിലുണ്ട് ഞങ്ങളെ യൂണിക്കയില്. അങ്ങനെ ഞാന് ജോയിൻ ആകുമ്പോക്ക് കുറച്ച് ലേറ്റായി. 10 മിനിറ്റിന്റെ ക്ലാസ് കേട്ടു. നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല ഒരു ക്ലാസ് ആണ്. നെക്സ്റ്റ് ടൈം ഇൻഷാല്ലാ ഉറപ്പായിട്ടും സ്റ്റാർട്ടിങ്ങിന് ജോയിൻ ആവാം. ഇതിന്റെ റെക്കോർഡിംഗ് കിട്ടും കേട്ടോ, ഗ്രൂപ്പിൽ വരും അപ്ലോഡ്. ഓക്കെ മാം, ഓക്കെ മാം. ഓക്കെ, ഞാൻ കേൾക്കാം. ഓക്കെ ആ ഓക്കെ, ശരി താങ്ക് യു. ശരി. ശരി ഷഹനാസ് മാം. നെക്സ്റ്റ് ആരെങ്കിലും ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ എനിക്കൊന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാമെന്നല്ല, ഓൾറെഡി ടൈം ആയി. എന്തായാലും അടിപൊളി. എനിക്ക് കേൾക്കാൻ പറ്റിയില്ല, പക്ഷെ കേട്ട ഫീഡ്ബാക്കിൽ നിന്നൊക്കെ മനസ്സിലായി ഒരു അടിപൊളി സാധനം തന്നെ റഷിദമ്മ ഇവിടെ കത്തിച്ച് വിട്ടിട്ടുണ്ടെന്നില്ല. പിന്നെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറയാൻ വിട്ടതായിരുന്നു, എൻ്റെ സിസ്റ്റർ പറഞ്ഞിട്ടുണ്ട് ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് ആളറിയാം, ആൾ നമ്മളെ GC മേറ്റ് ആയിരുന്നു എന്നില്ല. ആ ഒരു GC 43 ബാച്ച് 44 ബാച്ച് അങ്ങനെ അങ്ങനെ ഉണ്ടായിരുന്നു. മുഹാസിനത്ത് 42. എന്നില്ല. ആ 42. റമദാൻ ബാച്ച് ആയിരുന്നില്ല. അതെ അതെ. അപ്പൊ ആളിനടുത്ത് പറഞ്ഞു ഞങ്ങളെ GC മേറ്റ് ആണ് ആളുണ്ട് എന്നില്ല. ഇപ്പോൾ കണ്ട സമയത്ത് നിലയുടെ ഒന്നുകൂടെ കാണാൻ പറ്റിയ സന്തോഷം. ലാസ്റ്റ് എന്തെങ്കിലും ടേക്ക് അവേസ് ഉണ്ടായിരുന്നോ? ആരുടെ പറയാനില്ല. എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോ സെഷന് ഫീഡ്ബാക്ക് തന്നവർക്കൊക്കെ ഒരു വലിയ താങ്ക്സ്. കാരണം നമ്മള് ഡെലിവർ ചെയ്തൊരു കാര്യം അവർക്ക് കുറച്ച് ഇമ്പാക്ട്ഫുൾ ആയി എന്ന് കേൾക്കുന്ന സമയത്ത്, അല്ലെ, എല്ലാം നമ്മളിപ്പോ ഒരു 1 ഹവർ സെഷൻ എടുത്തു കഴിഞ്ഞാൽ ആ 1 ഹവർ അങ്ങനെ അവർക്ക് ചിലപ്പോ എന്തായി കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷെ അതിൽ ഏതെങ്കിലും ചില പോയിന്റ്സ് എങ്കിലും എന്ത് ചെയ്തു അവർക്ക് ഇമ്പാക്ട് കിട്ടിയെന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. എന്താ പറയാ, അതന്നെയായിരുന്നു ഇരുന്ന സമയത്ത് ഉള്ള ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത്. അവർക്ക് കേൾക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു ഇമ്പാക്ട് കിട്ടണം എന്നുള്ളത് തന്നെയായിരുന്നു ഞാൻ ഇന്റൻഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ അതിനുള്ളത് സാധിച്ചു എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ മാജിദ് യുണീക്നെസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് വലിയൊരു, ഈ യുണീക്നെസ് ടോക്കിനും വലിയൊരു ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുകയാണ്. ഇങ്ങനൊരു ഒരു ഈ ഒരു വേദി തന്നതിന്, ഇങ്ങനെ സംസാരിക്കാനും പുതിയ കുറച്ച് ആൾക്കാരെ, അല്ലെ, വോയിസിലൂടെ ആണെങ്കിലും ഒന്ന് പരിചയപ്പെടാനും ഒക്കെ പറ്റിയതില് വലിയൊരു താങ്ക് യു. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് ഇങ്ങനെ ഇനിയുണ്ടോ എന്ന് വെച്ചിട്ട് മിസ്ന മാം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അതിനും വലിയൊരു താങ്ക്സ്. അത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. പിന്നെ ഒരു റിമൈൻഡർ ആയിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ നമ്മളെ തന്നെ ഇമ്പോർട്ടന്റ് ആക്കി വെക്കുക. മക്കള് വരും, ഹസ്ബൻഡ് വരും, പാരന്റ്സ് വരും, എല്ലാവരും വരും നമ്മുടെ ജീവിതത്തിലോട്ട്. അവസാനം നമ്മൾ പറയാറില്ലേ, അവസാനം നമുക്ക് നമ്മൾ മാത്രം എന്ന് പറയുന്ന പോലെ അത് അവസാനത്തിലോട്ട് മാറ്റി വെക്കരുത് നമുക്ക് നമ്മൾ മാത്രം എന്നുള്ളത്. അത് നമ്മുടെ ജീവിതത്തിൽ തന്നെ എന്ത് ചെയ്യണം, നമുക്ക് നമ്മൾ ഉണ്ട് എന്നുള്ള ഒരു ബോധത്തിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റട്ടെ എന്ന് എല്ലാവർക്കും എന്ത് ചെയ്യുന്നു, ആശംസിക്കുന്നു. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും നല്ല മനുഷ്യരാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ മക്കളെയൊക്കെ നല്ല മനുഷ്യരായിട്ട് നമുക്ക് വാർത്തെടുക്കാനും വളർത്താനും പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്രയും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇടയിൽ എല്ലാവരും ഇതുണ്ടായിരുന്നു. അഫീസർ ഏറ്റവും കൂടുതൽ ഹോൾഡ് ചെയ്യുന്നൊരു സാധനം കൂടാണ്. നമ്മളടുത്തൊക്കെ പറഞ്ഞിരുന്നുണ്ട് വാട്ട് എവർ ഇറ്റ് ഈസ് നമ്മളെ ഫെസ്റ്റിന്റെ സമയത്തായാലും ഫസ്റ്റ്ലി കൊടുക്കുന്ന ആ ഒരു 2-3 മിനിറ്റ്സിൽ അതാണ് വെക്കല്. നമുക്ക് എവിടെ പോകുന്ന സമയത്ത് എന്ത് കിട്ടാനായാലും ഇത് ഇവിടെ ഇരിക്കുമ്പോഴല്ല, നമ്മൾ എവിടെ പോകുമ്പോഴും നമ്മൾ എന്താണോ ലക്ഷ്യം വെക്കുന്നത്, ആ ഓടിപ്പോ എങ്ങനെ ആ സെഷൻ എടുക്കുന്നത്, അല്ലെങ്കിൽ ഓള് പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അത് നോക്കുമ്പോൾ നമുക്ക് ആ തെറ്റേ കാണാൻ പറ്റുള്ളൂ. അത് മറന്നിട്ട് എനിക്ക് അടിപൊളിയാവണം, എനിക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു ഇന്റൻഷൻ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും അവിടെ പറയുന്നുണ്ടാവുക. അപ്പൊ അത് ഈ ഒരു കിട്ടിയ റഷീദ മാമിന്റെ സെഷനിൽ ഞാൻ വേറെ അടുത്തും നിങ്ങൾക്ക് പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ വെക്കുന്ന നിയത്ത് പോലെ അത് എല്ലായിടത്തും ഹോൾഡ് ചെയ്യാം. നമുക്ക് വേണ്ടിയിട്ടുള്ളത് നമുക്ക് കയ്യിൽ കിട്ടാൻ അപ്പോഴും നമ്മളെ മിസ്റ്റേക്ക് കൊണ്ട് അല്ലെങ്കിൽ നമ്മളെ നീയത്ത് മാറിയതുകൊണ്ട് നമുക്കൊന്നും കിട്ടാണ്ടിരിക്കരുത്, അല്ലെങ്കിൽ തെറ്റ് സംഭവിക്കരുത് എന്നാണല്ലോ. അടിപൊളിയായി തന്നെ പോവാൻ ഇൻഷാല്ലാ. ഓരോ മനുഷ്യര് നമ്മളൊക്കെ കടന്ന കുറേ ബാറ്റിൽസ് ഉണ്ടാവും നമുക്ക്. ഓരോ മനുഷ്യരും ഓരോ യുദ്ധത്തിലൂടെയാണ് കടന്നു പോവാന്ന് പറയുമല്ലോ. ആ ഒരു യുദ്ധങ്ങളൊക്കെ നമ്മൾ വിജയിക്കും. അതിനൊക്കെയുള്ള റിമൈൻഡർ ആയിട്ട് പഠിച്ചു ഓരോ സമയത്ത് ഓരോ ആൾക്കാർ ഇങ്ങനെ അയക്കുന്നുണ്ടായിരിക്കും. ഫീഡ്ബാക്കിൽ ഒരാൾ പറഞ്ഞല്ലോ എനിക്ക് വേണ്ട ഒരു കാര്യമാണ് ഇപ്പൊ കിട്ടിയെന്ന് തോന്നിയിട്ടുണ്ട് എന്നല്ലേ. എങ്ങനെയൊക്കെ പോയാലും നമ്മൾ ഒറ്റക്കാവില്ല എന്നൊരു സാധനമാണ് ഇൻഷാല്ലാ. എന്തായാലും താങ്ക് യു. യൂണിക് ടോക്ക് 88 നമ്മളോട് വൈൻഡപ്പ് ചെയ്തു. ഇനി എന്തായാലും 89 ഇതുപോലെയൊക്കെയാണ്. താങ്ക് യു. റെക്കോർഡിംഗ് ഓഫ് ചെയ്യുന്നുണ്ട്, ലീവ് ചെയ്തോളൂ കേട്ടോ. ശരി, അസ്സലാമു അലൈക്കും.